ഈശ്വരേറ്റം പ്രിയപ്പെട്ടവരെ, തിരുഷ്ട മീഡിയയിലേക്ക് സ്വാഗതം. എവർക്കും ഈശ്വര കൃപയും സമാധാനവും. പതിവ് പോലെ ഞായറാഴ്ചകളിലെ ചോദ്യങ്ങളും അവയ്ക്കുള്ള മറുപടിയും എന്ന സെഷനിലേക്ക് പ്രവേശിക്കുന്നു. ചോദ്യങ്ങൾ ചോദിക്കുകയും വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്ത എവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി പറയുന്നു. നമ്മൾ വിശ്വാസത്തെ ഇഴകീറി പരിശോധിക്കുമ്പോൾ സംശയങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. സംശയങ്ങൾ ഉണ്ടാകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിലാഷവും. കാരണം ഓരോ സംശയങ്ങളുമാണ് ഉത്തരങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുക. വിശ്വാസത്തിനകത്ത് സന്ദേഹത്തിനൊരിടമുണ്ട്. വിശ്വാസത്തെ സംബന്ധിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയും വിശ്വാസത്തെ സംബന്ധിച്ച് ചർച്ചകൾ ഉണ്ടാകുകയൊക്കെ ചെയ്യുമ്പോൾ നിശ്ചയമായും നമുക്ക് പിഴവുകളില്ലാതെ നമ്മുടെ വിശ്വാസത്തെ പരിരക്ഷിക്കാൻ കഴിയും. പരിശുദ്ധാത്മാവിൽ അപ്രകാരം ഒരു പ്രേരണയും പ്രവർത്തനവും നമ്മിലുണ്ട്. അതിനോട് സഹകരിക്കുന്നതാണ് എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുക എന്നതിന്റെ ഭാഗത്തുള്ളത്. സഭയിൽ എപ്പോഴും ഒരു പ്രഘോഷകനും ഒരു ശ്രോതാവ് എല്ലാം കേട്ട് തലയാട്ടുന്ന ഒരാളായി പോകുന്നതാണ് പലപ്പോഴും സംഭവിക്കുന്ന പിഴവ്. ആരാണ് വചനം പറയുന്നതെങ്കിലും ആരാണ് ശുശ്രൂഷ ചെയ്യുന്നതെങ്കിലും അവരോട് ചോദ്യങ്ങൾ സ്വതന്ത്രമായി ചോദിക്കണം. ചോദിച്ചുകൊണ്ടേ മുൻപോട്ട് പോകാൻ കഴിയും. ശരിക്കും ഒരു ലൈവ് പ്രോഗ്രാമാണ് നല്ലത്. പിന്നെ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരിക്കാൻ സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ റെക്കോർഡഡ് വീഡിയോ ആയിട്ട് തരുന്നത്. വന്ന ഒരു സംശയം, പരിശുദ്ധ കുർബാനയ്ക്കകത്ത് സത്താരൂപാന്തരീകരണം ഉണ്ടാകുന്നു. യേശുവിന്റെ ശരീരവും രക്തവുമായി അപ്പവും വീഞ്ഞും മാറിത്തീരുന്നു. അങ്ങനെയെങ്കിൽ പൈശാചികമായ ആരാധനകൾ സംഭവിക്കുമ്പോൾ അവിടെയും ഇങ്ങനെ തിന്മയുടെ ആത്മാവ് വസ്തുക്കളിൽ പ്രവേശിക്കില്ലേ? വാസ്തവത്തിൽ ഇതൊരു തെറ്റിദ്ധാരണയിൽ നിന്നുണ്ടാകുന്നതാണ്. എങ്ങനെയാണ് പരിശുദ്ധ കുർബാനയിൽ സത്താമാറ്റം ഉണ്ടാകുന്നത് എന്നതിനെ സംബന്ധിച്ച് അറിവില്ലാതെ പോകുമ്പോഴാണ്. സാധാരണഗതിയിൽ ഉണ്ടാകുന്നൊരു ചിന്ത, കൗദാശിക വചനങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത്, കൗദാശിക സ്ഥാപന വചനങ്ങളുടെ ഉച്ചാരണ സമയത്ത് സത്താരൂപാന്തരീകരണം നടക്കുന്നു എന്ന് നിലയ്ക്കാണ്. കുർബാനയ്ക്കകത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ വ്യക്തമായ ഒരു കാര്യം മനസ്സിലാക്കണം. യേശുവിന്റെ രക്ഷാകരമായ അർപ്പണത്തിന്റെ പുനരവതരണം അല്ലെങ്കിൽ റീപ്രസന്റേഷൻ, സന്നിഹിതമാക്കൽ എന്ന പ്രക്രിയയാണ് കുർബാനയിൽ സംഭവിക്കുന്നത്. അവിടെ ഒരു മന്ത്രോച്ചാരണമല്ല സംഭവിക്കുന്നത്. മന്ത്രോച്ചാരണമായിരുന്നു സംഭവിക്കുന്നതെങ്കിൽ ഇതേ വചനം ആര് പറഞ്ഞാലും സംഭവിക്കണം. ഒരു മന്ത്രത്തിന് ഫലമുണ്ടെന്ന് പറയുമ്പോൾ ആ വചനം നമുക്ക് കുർബാനയ്ക്ക് പുറത്ത് ഏതൊരു വ്യക്തി പറഞ്ഞാലും അങ്ങനെ അപ്പം യേശുവിന്റെ ശരീരമാകണം, വീഞ്ഞ് യേശുവിന്റെ രക്തമായി മാറണം. അങ്ങനെ സംഭവിക്കുന്നില്ല. ഇനി കാർമ്മികനായ പുരോഹിതൻ തന്നെയാകട്ടെ, അദ്ദേഹം കുർബാനയ്ക്ക് പുറത്ത് ഈ വചനം ഉച്ചരിച്ചാൽ അപ്പവും വീഞ്ഞും യേശുവിന്റെ ശരീരവും രക്തവുമായി മാറുന്നില്ല. കുർബാനയ്ക്കകത്ത് എന്ന് പറയുമ്പോൾ കുർബാന യേശുവിന്റെ രക്ഷാകരമായ യാഗത്തിനകത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. സനാതന ബലി, അതായത് 2000 വർഷത്തിന് മുൻപെന്ന് ചരിത്രപരമായ നമ്മുടെ ബോധ്യം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം. എന്നാൽ എന്നേക്കുമുള്ള സജീവമായ ഒരു ബലിയിൽ നമ്മൾ കൂട്ടാളികളാകുകയാണ്, നമ്മുടെ ജീവിതം അർപ്പിക്കുകയാണ്. അങ്ങനെ ഈ രക്ഷാകരമായ അനുഭവത്തെ ആനുകാലിക ലോകത്ത് സന്നിഹിതമാക്കുന്ന ഈ പ്രക്രിയക്കകത്ത് സംഭവിക്കുന്ന കാര്യമാണ് സത്താരൂപാന്തരീകരണം. അത് കേവലമായി ഒരു ഭാഗത്ത് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമായിട്ട് തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയാകുമ്പോഴാണ് ആന്തരികമായ ഒരു പരിവേഷം അതിൽ വരുന്നു. പലപ്പോഴും പുരോഹിതർക്ക് പോലും തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന ചില കാര്യങ്ങളാണിത്. ഇത് ഈ പറയുന്ന വാക്യങ്ങൾ പറയുന്ന സമയത്താണ് ഇതുണ്ടാകുന്നത്. കൃത്യമായിട്ട് അത് ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നു. അങ്ങനെയല്ല അത് കരുതേണ്ടത്. ഇത് രക്ഷാകരമായ യേശു സംഭവത്തെ ആനുകാലിക ലോകത്ത് സന്നിഹിതമാക്കുന്ന പ്രക്രിയക്കകത്ത് സംഭവിക്കുന്നതാണ്. ഇത് മുൻപേ നടന്നതും തുടരുന്നതുമായൊരു പ്രക്രിയയാണ്. ഭൂതകാലക്രിയ ഭാവിയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ എന്നേക്കുമായി നിലനിൽക്കുന്നതിൻ്റെ ഒരു കാര്യമാണ്. ഇൻഡെഫിനിറ്റായ അങ്ങനത്തെ ഒരു വെർബാണ് ഉപയോഗിക്കാൻ പറ്റുക. ഭൂതകാലക്രിയ തുടർച്ചയായി സംഭവിക്കുന്നു. അത് നമ്മിൽ സംഭവിക്കുന്നതിൻ്റെ അടയാളമായിട്ടാണ് കുർബാനയ്ക്കകത്ത് ഇങ്ങനെ സംഭവിക്കുക. കാണപ്പെടാത്ത ദൈവകൃപയുടെ കാണപ്പെടുന്ന അടയാളമാണ് കൂദാശ. കുർബാനയെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ വ്യക്തമായി കൂടുതൽ പറയാം. ഒരു കാര്യം ഉറപ്പിക്കാം, കുർബാനയ്ക്കകത്ത് സംഭവിക്കുന്നത് ഒരു മന്ത്രോച്ചാരണത്തിന്റെയോ ഒരു വാക്ക് പറയുന്നതിന്റെ കാര്യത്തിലല്ല. അങ്ങനെ ഒരു വാക്ക് പറഞ്ഞാൽ ഒരു സ്പിരിറ്റ് ഒരു വസ്തുവിൽ പ്രവേശിക്കുന്ന പ്രവൃത്തിയുമല്ല പരിശുദ്ധ കുർബാന. പരിശുദ്ധ കുർബാന ക്രിസ്തുയാഗത്തിന്റെ ആനുകാലികമായ സന്നിഹിതമാക്കലാണ്. അതേ പ്രവൃത്തി തന്നെ ഇവിടെ നടക്കുന്നു എന്നതാണ് നമ്മുടെ വിശ്വാസം. ആ നിലയ്ക്ക് അതിനെ കാണാൻ പറ്റണം. മന്ത്രോച്ചാരണത്തിലുള്ള ഒരു വസ്തുവിനകത്ത് ഒരു സ്പിരിറ്റിനെ കയറ്റുക എന്ന് പറഞ്ഞാൽ അത് സ്പിരിറ്റിസമാണ്. അങ്ങനെ സംഭവിക്കുന്ന കാര്യമല്ല. അതൊരു അന്ധവിശ്വാസമാണ്. പലപ്പോഴും പ്രഘോഷണങ്ങളിൽ ഇത്തരം തെറ്റായ പ്രയോഗങ്ങൾ വന്നു പോകുന്നതുകൊണ്ടാണ് ഈ സംശയം ഉണ്ടാകുന്നത്. ഇനി ദീർഘമായ ഒരു സംശയമാണ്, സമയത്തിന് ഇത്തിരി
ദൈർഘ്യം കൂടി പോയാലും നിങ്ങൾ ക്ഷമിക്കണം, കാരണം നമുക്കിത് പറഞ്ഞു തീർക്കണമല്ലോ. അതുകൊണ്ടാണ്. അതിലൊരു ചോദ്യത്തിന്റെ ആരംഭം എങ്ങനെയാണ്? യേശുക്രിസ്തു രക്ഷ നേടി തന്നുവെങ്കിലും എല്ലാവർക്കും വിശ്വാസമില്ല. യേശുക്രിസ്തു രക്ഷ നേടി തന്നുവെങ്കിലും എന്നല്ല, യേശുക്രിസ്തു ആർക്കെങ്കിലും രക്ഷ നേടിത്തരികയല്ല ചെയ്തത്, അഖില ലോകത്തെയും രക്ഷിക്കുകയാണ്. ഈ നേടിത്തന്നു എന്ന വാക്കും യേശു അഖില ലോകത്തെയും രക്ഷിച്ചു എന്ന കാര്യവും രണ്ടും രണ്ടാണ്. നേടിത്തരിക എന്നൊരു പ്രവൃത്തിയല്ല, അഖില ലോകത്തെയും രക്ഷിക്കുകയാണ്. അങ്ങനെ ദൈവമനുഷ്യ വിഭജനത്തെ അല്ലെങ്കിൽ ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അകറ്റുന്നതിന് നീക്കിക്കളയുന്നു, പൈശാചികമായ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. അങ്ങനെയാണത് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു എന്നൊരു ബോധ്യം ഉണ്ടാവുമ്പോൾ അത് കേവലം ഒരാളെയല്ല, വിശ്വസിക്കുന്ന ആളെയല്ല. എല്ലാവർക്കും വിശ്വാസമില്ല എന്നത് യേശുവിന്റെ പ്രവൃത്തിയുടെ മഹിമയെ കുറയ്ക്കുന്നില്ല. ലൂയി പാസ്റ്റർ പേവിഷബാധയ്ക്ക് മരുന്ന് കണ്ടുപിടിച്ച മരുന്നാണ്. ഇനി പേവിഷബാധ ഏൽക്കുന്നവർ ഈ മരുന്ന് ചെയ്താലാണ് അവർക്ക് അനുഭവമാകുക, പക്ഷെ ഓൾറെഡി മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതേപോലെ രക്ഷ കരഗതമായി. ഇനി അത് വ്യക്തിപരമായി ഏറ്റുപറയുമ്പോഴാണ് നമുക്ക് അനുഭവം ഉണ്ടാകും. എല്ലാവർക്കും വിശ്വാസം ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശ്വാസമില്ല എന്ന് നമുക്ക് പറയുമ്പോൾ അത് അവസാനം വരെ സമയമുണ്ട് ഒരു മനുഷ്യ ജീവിതത്തിനകത്ത്. അതുകൊണ്ട് വിശ്വാസമില്ല എല്ലാവർക്കും എന്നുള്ളത് ഒരു പിഴവായിട്ടല്ല കാണേണ്ടത്. രക്ഷ സംഭവിച്ചിട്ടുണ്ട്, നമുക്കത് തിരിച്ചറിയാൻ പറ്റി. തിരിച്ചറിയുന്ന നമ്മൾ മറ്റുള്ളവർക്ക് അത് അനുഭവപ്പെടുത്തുകയാണ് വേണ്ടത്. അവർക്ക് അനുഭവമില്ല, കാരണം അവർക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് രക്ഷ ഇല്ലാതാവുന്നില്ല. വിശ്വാസമുള്ളവർക്കാണ് രക്ഷ എന്ന് കരുതാൻ കഴിയില്ല. രക്ഷ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അത് അനുഭവിക്കുന്നത് യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ മാത്രമാണ് അനുഭവിക്കാൻ കഴിയുക. ഈ രക്ഷ നമുക്ക് സ്വന്തമാക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അതൊരു ആലങ്കാരിക പ്രയോഗം പൗലോസ് പറയുന്നതാണ്. യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു, ഞാൻ തന്നെയും ഇനി അത് സ്വന്തമാക്കിയിട്ടില്ല. ഈ സ്വന്തമാക്കൽ പ്രക്രിയ എന്ന് വെച്ചാൽ നമ്മൾ മാമോദീസ വഴിയാണ് ആരംഭിക്കുന്നത്, മരണത്തോടെയാണ് അവസാനിക്കുന്നത്. ജീവിതത്തിന്റെ ഓരോ നിമിഷവും ഈ വിശ്വാസം ഏറ്റുപറയാനുള്ള പ്രവൃത്തികളും പ്രയോഗങ്ങളും ഉണ്ടാകണം. അത് നിരന്തരമായ ഒരു പ്രക്രിയ, ഓൺഗോയിങ് പ്രോസസ്സാണ്. മാമോദീസ സ്വീകരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നൽകപ്പെടുന്നു, തിന്മകൾ നീക്കപ്പെടുന്നു, അങ്ങനെ ദൈവാത്മാവിനാൽ നയിക്കപ്പെടാൻ ആരംഭിക്കുക. അത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് റോമർ 8 എന്ന് പറയുന്നത്, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ഇനി ശിക്ഷാവിധിയില്ല. ഐക്യപ്പെട്ടിരിക്കുക എന്ന് വെച്ചാൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. നിരന്തരമായി അതിലിരിക്കുമ്പോഴാണ് ഈ രക്ഷ അനുഭവിക്കാൻ കഴിയുക. അപ്പൊ അത് സ്വന്തമാക്കുക എന്നല്ല, അതിലേക്ക് ഉൾച്ചേരാൻ കഴിയുക. അപ്പോഴാണ് അനുഭവിക്കാൻ കഴിയുക. എന്ന് വെച്ച് ഈ രക്ഷ ഇല്ലാതില്ല. അതായത് പൈശാചിക അടിമത്തം ഇല്ല എന്നുള്ളതൊരു വാസ്തവമാണ്. ആ അടിമത്തം ഇപ്പോൾ നമ്മുടെ കാലില് കുറെ കാലത്തേക്ക് ഒരു കയറ് കെട്ടിയിരുന്നിരിക്കട്ടെ, കയർ അഴിച്ചു കളഞ്ഞു, എന്നിട്ട് നമുക്ക് നടക്കാൻ കഴിയുന്നില്ല, കാരണം കെട്ടിയെന്ന ബോധം നിൽക്കുന്നതുകൊണ്ടാണ്. അതേപോലെയാണ് അതല്ലെങ്കിൽ ഒരു കിളി കൂടിനകത്ത് നമ്മളിട്ട് വളർത്തി കുറെ കാലം കഴിഞ്ഞ് തുറന്നു വിടുമ്പോൾ അത് കുറെ നേരം അവിടെ ചുറ്റിപ്പറ്റും, കാരണം അതിന് ഈ പറക്കാൻ കഴിയുമെന്നതിന് മനസ്സിലായിട്ടില്ല. കൂടിനകത്ത് ആണ് എന്നൊരു ധാരണയാണ് അതിനുള്ളത്. ആ ധാരണ മാറുമ്പോൾ അത് പുറത്തേക്ക് പോകും. അപ്പൊ അത് ധാരണയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. രക്ഷ സംഭവിച്ചതാണ്. അതുകൊണ്ട് പിശാചിന് ആധിപത്യമില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. പിശാചിന് ആധിപത്യമുള്ളതായി തെറ്റിദ്ധരിക്കപ്പെടാം. അവൻ പ്രലോഭകനാണ്. ലോകമുണ്ട്, പാപത്തിന്റെ ചായ്ച്ചിലുകളുണ്ട്, ഇതെല്ലാം നിലനിൽക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെ തോന്നാം, പക്ഷെ അതൊരു യാഥാർത്ഥ്യമല്ല. അങ്ങനെയാണ് പറയുമ്പോഴാണ് അത് അന്ധവിശ്വാസമാണെന്ന് പറയണേ. അല്ലെങ്കിൽ അത് ഒറിജിനൽ വിശ്വാസമോ? പിശാചുണ്ട്, ദൈവമുണ്ട്, പിശാചാണ് ഭരിക്കുന്നതെന്ന് പറയുമ്പോൾ അതും വിശ്വാസമല്ല, ഉള്ള കാര്യമാണ്. ഇതുള്ള കാര്യമല്ല. നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാകുന്നു. ആ തെറ്റിദ്ധാരണയകത്ത് പെട്ടു പോകുമ്പോൾ ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ പോകും, അനുഭവിക്കാൻ കഴിയാതെ പോകും. അനുഭവിക്കുന്നവനും അനുഭവിക്കാത്തവനും ദൈവസന്നിധിയിൽ അവസാനം തനത് വിധി, പൊതുവിധി എന്നിവ നേരിടേണ്ടി വരും. അപ്പൊ അവിടെയാണ് പിന്നെ അതിനെക്കുറിച്ചുള്ള ശിക്ഷയോ രക്ഷയോ ഒക്കെ ഉണ്ടാകുന്നത്. അവിടെ യേശുവിനെ അറിയാത്ത ആളെ സംബന്ധിച്ചും രക്ഷയുള്ളതായിട്ടാണ് പറയണേ. കാരണം അവന്റെ മനസാക്ഷി അനുസരിച്ച് വിധിക്കും. യേശുവിനെ തിരിച്ചറിയാത്ത ഒരാള് അയാളുടെ മനസാക്ഷി അനുസരിച്ച് വിധിക്കപ്പെടുമെന്നാണ് സഭ പറയുന്നത്. കാരണം പൈശാചിക ആധിപത്യം ഇല്ല, ദൈവമില്ല എന്ന രീതിയിൽ വിശ്വസിക്കുന്ന ഒരാൾ അങ്ങനെ രക്ഷ പ്രാപിക്കുമെന്നാണ് ചോദിക്കുന്നത്. ഫ്രാൻസിസ് പാപ്പ പറഞ്ഞ ഒരു പ്രയോഗം അതിന് പ്രത്യേകതയുള്ളതാണ്. അതായത് വിശ്വാസമോ അവിശ്വാസമോ ഒന്നും രക്ഷയ്ക്ക് കാരണമല്ലെന്ന് പറയാൻ കാരണം ഇത് അവസാനമാണ് തീരുമാനിക്കുക. ഒരാൾ എങ്ങനെയാണ് എന്ന് ദൈവം പരിശോധിക്കും. അപ്പൊ വിശ്വാസം ഏറ്റുപറഞ്ഞ് ജീവിക്കുന്നവർക്ക് അവർ വിശ്വാസത്തിലാണെന്ന് കരുതി ജീവിക്കുന്നു, അതൊരു ധാരണപ്പുറത്ത് ജീവിക്കുകയാണ്. യഥാർത്ഥ വിശ്വാസത്തിലാണോ? വിശ്വാസത്തിൽ എല്ലാ പ്രവൃത്തികളും ചെയ്യാൻ കഴിയുന്നുള്ളൂ, പിഴവുകളും പോരായ്മകളും ഒക്കെ. വിശ്വാസം സ്വീകരിക്കാത്ത അല്ലെങ്കിൽ യേശുവിനെ തിരിച്ചറിയാത്ത ഒരാളെയും ദൈവം രക്ഷിക്കില്ല എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. കാരണം
ദൈവത്തിന് അനന്ത കാരുണ്യത്തിന് മുമ്പിലാണ് ഒരു വ്യക്തി. അതുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞത് വിശ്വസിക്കാത്തവർക്കും രക്ഷ ലഭിക്കാം എന്ന് പറയാൻ കാരണം അതാണ്. കാരണം അത് ദൈവവുമായുള്ളൊരു കാര്യമാണ്. നമ്മൾ അങ്ങനെ ഇയാൾ വിശ്വസിക്കാത്തതാണ്, ഇയാൾക്ക് രക്ഷയില്ല എന്ന് കരുതാൻ കഴിയില്ല. കാരണം ഏത് സമയത്താണ് അയാൾക്ക് ബോധ്യം ഉണ്ടാവുമെന്നോ, ഏത് സമയത്താണ് അയാൾ ദൈവത്തിലേക്ക് തിരിയാമെന്നോ, ഇനി അയാൾ ദൈവത്തെ അറിയുന്നില്ലെങ്കിൽ അയാളുടെ പ്രവൃത്തികളിൽ ദൈവം ഉണ്ടോന്നോ നമുക്ക് പറയാൻ കഴിയില്ല. ഒത്തിരി നന്മ ചെയ്യുന്ന ആളുകൾ നമുക്ക് കാണാം. പക്ഷെ നന്മയുടെ ആത്യന്തികമായ ഫലം രക്ഷയാണ്. പക്ഷേ അവർക്ക് ജീവിതത്തിൽ അത് അനുഭവിക്കാൻ കഴിയില്ല. വിശ്വസിക്കാത്ത ഒരാളും വിശ്വസിക്കുന്ന ആളും തമ്മിലുള്ള വ്യത്യാസമാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ദൈവത്തെ പ്രതിയായി മാറുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഫലം മനുഷ്യരിൽ നിന്നോ ചുറ്റുപാടിൽ നമ്മൾ അന്വേഷിക്കില്ല. നമ്മളൊരു നന്മ ഒരാൾക്ക് ചെയ്യുന്നു, അയാളിൽ നിന്നൊരു നന്ദി നമ്മൾ പ്രതീക്ഷിക്കില്ല. കാരണം ദൈവം പറഞ്ഞിട്ട് ചെയ്ത പ്രവൃത്തിയാണ്, ദൈവത്തിന്റെ അക്കൗണ്ടിലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ദൈവത്തിലേക്കാണ് മുൻപ് പോകുന്നത്. അതുകൊണ്ട് ഇയാൾ നമ്മുടെ നന്ദികേട് കാട്ടുമ്പോഴോ നമ്മൾ ദ്രോഹിക്കുമ്പോഴോ നമുക്ക് വിഷമം തോന്നില്ല. പക്ഷെ സ്വാഭാവികമായി നന്മ ചെയ്യുന്ന ഒരാൾക്ക്, ദൈവത്തെ അറിയാതെ നന്മ ചെയ്യുന്ന ഒരാൾക്ക് തിരിച്ചടികൾ ഉണ്ടാവുമ്പോൾ അത് അയാൾക്ക് സഹിക്കാൻ പറ്റാതെ പോകും. അയാളുടെ പ്രവൃത്തിയുടെ ഫലം നഷ്ടപ്പെട്ടു. അപ്പൊ ഇതാണ് ദൈവം വിശ്വസിക്കുമ്പോഴും വിശ്വസിക്കാത്തപ്പോഴും തമ്മിലുള്ള വൈജാത്യം. അതുകൊണ്ട് രക്ഷ എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. കാരണം അത് ദൈവത്തിന്റെ കയ്യിലെ കാര്യമാണ്. വിശ്വസിക്കുന്നവർക്ക് ഇത് അനുഭവിക്കാൻ കഴിയും. വിശ്വസിക്കാത്തവർക്ക് ഈ പറഞ്ഞ അനുഭവത്തിൽ പരിമിതികൾ ഉണ്ടാവും. മാമോദീസ സ്വീകരിച്ച ഒരു വ്യക്തി നക്ഷത്രങ്ങളാണ് തങ്ങളുടെ ഭാവി നിശ്ചയിക്കുന്നതെന്നും സംഖ്യാശാസ്ത്രം അനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നും അല്ലെങ്കിൽ കന്നിമൂല പോലുള്ള കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കുമ്പോൾ അയാൾക്ക് ഇങ്ങനെ രക്ഷ അനുഭവിക്കാൻ കഴിയുന്നു. വാസ്തവത്തിൽ അയാൾക്ക് രക്ഷ അനുഭവിക്കാൻ കഴിയുന്നില്ല. അത് രക്ഷയില്ലാത്തത് കൊണ്ടല്ല, അയാൾക്ക് വേണ്ടി കൂടി നൽകപ്പെട്ട രക്ഷയെ അയാൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ അസുഖം വന്നു, മരുന്ന് വാങ്ങിച്ചു, നിങ്ങളത് കഴിക്കുന്നില്ല. മരുന്ന് നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങളത് കഴിക്കുന്നില്ല. അപ്പൊ കഴിക്കാത്തത് കൊണ്ട് അയാൾക്ക് അതിൽ നിന്ന് റിലീഫ് കിട്ടുന്ന അനുഭവം ഉണ്ടാകുന്നില്ല. ഈ സ്വാതന്ത്ര്യാനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. രക്ഷയ്ക്ക് രണ്ട് തലങ്ങൾ നമ്മൾ കാണണം. ഭൗമികതയിൽ രക്ഷയെ അനുഭവിക്കണം. ആ ഭൗമിക രക്ഷ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും സാമ്പത്തിക തകർച്ച അങ്ങനെയുള്ള പ്രശ്നങ്ങളല്ല രക്ഷയ്ക്ക് തടസ്സമായിട്ട് കാണേണ്ടത്. രക്ഷ ഒരു സ്വാതന്ത്ര്യമാണ്. ഈ പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള ശേഷിയാണ്. ഭൗമികമായുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ പിശാചിന്റെ പ്രവൃത്തിയാണെന്നും അതൊക്കെയാണ് തടസ്സങ്ങളെന്നും തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് പ്രഘോഷണങ്ങളിൽ. സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും രോഗങ്ങൾ ഉണ്ടാകുന്നതും കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതൊക്കെ പിശാചിന്റെ പ്രവൃത്തിയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അതൊന്നും പിശാചിന്റെ പ്രവൃത്തിയല്ല. അതൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഈ ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ആ സംഭവിക്കുന്ന കാര്യങ്ങളെ പിശാചിൻ്റെതാക്കി വകതിരിച്ച് നിർത്തിയിട്ട് രക്ഷ എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. രക്ഷ എന്ന് വെച്ചാൽ ഒരു സമ്പൂർണ്ണ രക്ഷ ഈ പ്രശ്നങ്ങളിൽ നിന്ന് കൂടി ഉണ്ടാവേണ്ടത് എങ്ങനെയാണ്? അത് ക്രിസ്തുവിലുള്ള വിശ്വാസം വഴിയാണ്. ഇതിനെ മറികടക്കാൻ കഴിയാണ്. എനിക്ക് അടി കൊള്ളുമ്പോൾ അത് തിന്മയുടെ പ്രവൃത്തിയാണെന്ന് വിധിക്കുന്നതിന് പകരം ഞാൻ കൊള്ളുന്ന അടി ക്രിസ്തുവിനോട് എന്നെ യോജിപ്പിക്കുന്നു എന്ന ബോധ്യത്തിൽ ഞാൻ എത്തിച്ചേരുമ്പോൾ ഞാൻ ഈ അടിയെ ജയിക്കും. നമുക്ക് അങ്ങനെ ജയിക്കാൻ കഴിയും. ആ ജയത്തെക്കുറിച്ചാണ് ക്രിസ്തു പഠിപ്പിക്കുന്നത്. തകർച്ചയെന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ഉയർച്ചയായിരിക്കാം. കോടിക്കണക്കിന് രൂപ നഷ്ടം വന്ന ഒരാൾ എന്നെ കാണാൻ വന്നു. അയാൾ അങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു ഇങ്ങനെയൊക്കെ നഷ്ടമൊക്കെ വന്നു. ഞാൻ പറഞ്ഞാൽ നഷ്ടമായിട്ട് കരുതേണ്ട കാര്യമില്ല. ചില കോഴ്സുകൾ പഠിക്കാൻ കൂടുതൽ ഫീസ് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ BA പഠിക്കുന്ന കോഴ്സിന് കൊടുക്കുന്ന ഫീസ് അല്ലല്ലോ MBBS പഠിക്കാൻ വേണ്ടത്. ഫീസ് കോഴ്സിന്റെ മെച്ചമനുസരിച്ച് അല്ലെങ്കിൽ വലിപ്പം അനുസരിച്ച് വേണ്ടി വരും. നിങ്ങൾ പഠിച്ച കോഴ്സ് വലിയ കോഴ്സാണ്. സമ്പത്ത് ഈ ലോകത്തെ ഭരിക്കുന്നില്ല, ദൈവമാണ് ഭരിക്കുന്നത്. നിങ്ങൾ പഠിച്ചു. എങ്ങനെയാണ് പഠിച്ചത്? അത് സാമ്പത്തികമായ നഷ്ടം ഉണ്ടായപ്പോഴാണ്. ഒരു ഫീസായിട്ട് കണ്ടാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അറിയാതെ ചിരിച്ചുപോയി. കാരണം നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തെ അനുഭവിക്കാനായിട്ട് ഈ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിലൂടെയൊക്കെയാണ് സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നക്ഷത്രങ്ങളിൽ വിശ്വസിക്കുന്നയാളോ അല്ലെങ്കിൽ കന്നിമൂല വിശ്വസിക്കുന്നയാളോ അയാൾക്ക് രക്ഷ അനുഭവിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അയാൾ ഈ കുടുക്കിപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് ഈ സ്വാതന്ത്ര്യത്തിന്റെ വഴി അറിയില്ല. വീടിന്റെ മുൻവാതിൽ തുറന്നു കിടക്കാണ്, അയാൾ ജനൽ വഴി പുറത്തു കിടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾക്ക് ഏത് നിമിഷവും വാതിലിലേക്ക് തിരികെ വരാനുള്ള അവസരമുണ്ട്. പരിശുദ്ധാത്മാവ പ്രേരണയുണ്ടല്ലോ, അവസരമുണ്ടെന്ന് കരുതിയാൽ മതി. അപ്പൊ അതുകൊണ്ട് രക്ഷയ്ക്ക് തടസ്സമെന്ന് വെച്ചാൽ ക്രിസ്തുവിൽ ലോകത്തെ അതിജീവിക്കാനുള്ള കഴിവാണ്. അതല്ലാതെ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറുന്നതോ രോഗം മാറുന്നതോ അതാണ് രക്ഷയുടെ അടയാളം എന്ന് കരുതരുത്. രക്ഷയുടെ അടയാളം ഈ രോഗങ്ങൾ തന്നെയാകും. ഇപ്പോൾ വിശുദ്ധർക്കൊക്കെ ഉണ്ടായിരുന്ന രോഗങ്ങൾ രക്ഷയുടെ അടയാളങ്ങളാണ്. മാർപ്പാപ്പ ഒരു ലങ്സുമായിട്ടാണ് ജീവിച്ചിരുന്നതെന്ന് പറഞ്ഞല്ലോ. ജോൺ പോൾ ഉണ്ടാകുന്ന മാർപ്പാപ്പ എങ്ങനെയായിരുന്നു? പാർക്കിൻസൺസ് രോഗമായിട്ടാണ് ജീവിച്ചിരുന്നത്. ജീവിച്ച കാലം മുഴുവൻ എല്ലാവരും രോഗികളും പ്രശ്നക്കാരുമായിരുന്നു. പക്ഷെ രോഗങ്ങളൊക്കെ അവരെ തടസ്സപ്പെടുത്തിയ കാര്യമായിട്ടല്ല,
ക്രിസ്തുവിനോട് കൂടുതൽ അടുപ്പിക്കുന്ന കാര്യമായിട്ട് അനുഭവിച്ചത് വിശ്വാസം മുഖേനയാണ്. വിശ്വാസമില്ലെങ്കിൽ ഇതെല്ലാം ചെകുത്താന്റെ പ്രവൃത്തിയായിട്ടും ഇതെല്ലാം ലോകത്തിന്റെ ആധിപത്യമായിട്ടും തനിക്ക് രക്ഷയില്ലെന്ന് അയാൾ കരുതും. അപ്പോൾ അയാൾക്ക് ഇതിനെ അതിജീവിക്കാൻ കഴിയില്ല. പൈശാചിക ശക്തികൾക്ക് അയാളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്നതല്ല. പൈശാചിക ശക്തികളാണ് പ്രവർത്തിക്കുന്നതെന്ന് അയാൾ തെറ്റിദ്ധരിക്കും. കാരണം ക്രിസ്തു നൽകിയ രക്ഷയെക്കുറിച്ച് ബോധ്യമില്ലാണ്ട് വരുമ്പോൾ ലോകത്തെ ഭരിക്കുന്നത് ചെകുത്താനാണെന്ന് അയാൾ വിശ്വസിക്കും. തനിക്ക് സംഭവിക്കുന്നതൊക്കെ പൈശാചിക ബാധയാണെന്ന് തെറ്റിദ്ധരിക്കും. സാമ്പത്തിക തകർച്ച ഉണ്ടാകുന്നതും രോഗം ഉണ്ടാകുന്നതൊക്കെ പൈശാചിക ബാധയായിട്ട് തെറ്റിദ്ധരിക്കും. അയാൾ അതിൻ്റെ പുറകെ പോകും. അങ്ങനെ അയാൾ ഈ രക്ഷ അനുഭവിക്കാൻ കഴിയാതെ, ഇതിനെ അതിജീവിക്കാൻ കഴിയാതെ പോകും എന്നുള്ളതാണ്. പൈശാചിക ശക്തികൾക്ക് അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാലുള്ള കുഴപ്പം എന്താ? യേശു രക്ഷ സാധ്യമാക്കി, രക്ഷിച്ചു എന്ന് പറയുന്ന ഒരു ഫുൾ സ്റ്റോപ്പുള്ള കാര്യമാണ്. എന്നേക്കുമായി രക്ഷിച്ചു. ആ രക്ഷിച്ചു എന്ന പ്രവൃത്തിക്കകത്ത് പിന്നെയും പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ആ രക്ഷ പൂർണ്ണമായില്ലെന്ന് വരും. ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനകത്താണ് നമ്മൾ. ഇന്ത്യ സ്വതന്ത്രമാണെന്ന് പറയുമ്പോൾ അതിലൊരു സ്ഥലത്ത് മാത്രം ഇന്ത്യക്ക് പങ്കാളിത്തം ഇല്ലെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം സമ്പൂർണ്ണമല്ല. അങ്ങനെയല്ലേ? നമ്മൾ സ്വതന്ത്രനാണെന്ന് പറയുകയും ചില കാര്യങ്ങളിൽ പരിമിതി ഉണ്ടെന്ന് പറയുകയും ചെയ്യുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ സ്വതന്ത്രരല്ല. നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും നല്ലതാണ്, ചില പ്രവൃത്തികൾ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്പൂർണ്ണമായി നന്മയായിട്ടില്ല. അപ്പം അതുകൊണ്ട് രക്ഷ എന്ന് പറയുന്നത് സമ്പൂർണ്ണമായിട്ട് സംഭവിച്ച കാര്യമാണ്. അത് എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് എൻ്റെ അജ്ഞതയാണ്. ഈ അജ്ഞതയാണ് എന്നെക്കൊണ്ട് ചിന്തിപ്പിക്കുന്നത് പിശാച് പ്രവർത്തിക്കുന്നു എന്ന് ചിന്തിക്കുന്നത്. പിശാച് പ്രവർത്തിക്കുന്ന ഒരു ശക്തിയാണെങ്കിൽ, യാഥാർത്ഥ്യത്തിൽ അങ്ങനെയുള്ളതാണെങ്കിൽ പൈശാചികമായ തിന്മകൾ അന്ധവിശ്വാസമാകില്ല. അന്ധവിശ്വാസമാകുന്നതുകൊണ്ടാണ്, അത് ഇല്ലാത്തൊരു കാര്യത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ടാണ്. സ്വാഭാവികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്തിന്റെ പരിമിത യാഥാർത്ഥ്യങ്ങളാണ് ഇവയെല്ലാം. സാമ്പത്തിക തകർച്ചയാകട്ടെ, സാമ്പത്തികമായ വീഴ്ചകളും ഉയർച്ചകളുമാകട്ടെ, രോഗങ്ങളാകട്ടെ, ബന്ധങ്ങളിലുള്ള തകർച്ചയാകട്ടെ, അതെല്ലാം ഈ ലോകത്തിന്റെ പ്രകൃതമാണ്. കാരണം ഇത് പരിമിത സ്വഭാവമുള്ളൊരിടമാണ്. അപ്പൊ ഈ പരിമിത സ്വഭാവമൊക്കെ പിശാചിൻ്റെതാണെന്ന് തെറ്റിദ്ധരിക്കും. അതിന്റെ പിന്നാലെ പോയും ഈ യഥാർത്ഥ വഴിയെ പോകില്ല. തുറന്നു കിടക്കുന്ന വാതിലിൽ കൂടി പുറത്തിറങ്ങില്ല. അതുകൊണ്ട് അയാൾക്ക് രക്ഷ അനുഭവിക്കാൻ കഴിയില്ലെന്നേ ഉള്ളൂ. അയാളുടെ ജീവിതത്തിൽ പിശാചാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. പൈശാചിക തിന്മകൾ അങ്ങനെ പ്രവർത്തിക്കുകയല്ല ചെയ്യുന്നത്. പിശാച് എപ്പോഴും എങ്ങനെയാണ്? ടെംപ്റ്റേഷൻ ഉണ്ടാക്കും, പ്രലോഭിപ്പിക്കും, പ്രകോപിപ്പിക്കും, ഉപദ്രവിക്കും. പൊസസിങ് നേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ അങ്ങനെ അന്ധമായി പൈശാചിക തിന്മയുടെ ആധിപത്യത്തിൽ വിശ്വസിക്കുമ്പോൾ അയാളെ ഈ തിന്മ ഭരിക്കുന്ന അനുഭവത്തിലേക്ക് എടുത്തും അയാളുടെ സ്വഭാവവുമായി ഇഴചേരും. അങ്ങനെ രണ്ടല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുമ്പോഴാണ് പൈശാചിക ബാധകളൊക്കെ ഉണ്ടാകുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് പൈശാചിക ബാധകളെ സംബന്ധിച്ച ഭൂതോച്ചാടനത്തിന്റെ കോഴ്സിലാണ് പ്രധാനമായിട്ട് പറയാൻ പറ്റുക. കാരണം അത് കുറെ വിശദീകരിക്കേണ്ട കാര്യങ്ങളാണ്. ആ കോഴ്സിനെ കുറിച്ച് നിരവധി പേർ എപ്പോഴും സംശയം ചോദിക്കുന്നുണ്ട്. മെയ് അവസാനം തുടങ്ങാമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. റെക്കോർഡഡ് വീഡിയോകൾ ഉണ്ടാകും, ഓൺലൈൻ ക്ലാസ് ഉണ്ടാവും. പിന്നെ നമ്മുടെ ടെലഗ്രാമിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് സംശയങ്ങൾക്ക് മറുപടി പറയുന്ന ഒരു പ്രകൃതത്തിലേക്ക് അത് പോകാൻ പറ്റും. 3 മാസത്തേക്കെങ്കിലുമുള്ള തുടർച്ചയായ ഒരു കോഴ്സായിട്ടാണ്. ആഴ്ചയിൽ 2 റെക്കോർഡഡ് ക്ലാസ്സുകളും ഓൺലൈൻ ക്ലാസ്സും പിന്നെ ടെലഗ്രാമിലുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയും എന്ന നിലയ്ക്കാണ് അത് പ്രോഗ്രാം ചെയ്യുന്നത്. നേരിട്ടുള്ള ക്ലാസ്സുകൾ നമുക്ക് സാധ്യമാകുന്നവർക്ക് പിന്നീട് എവിടെയെങ്കിലും ഒത്തുകൂടാം. ഈ ഗ്രൂപ്പിൽ പെടുന്നവർക്ക് ഒത്തുകൂടാവുന്ന ഒരു സംവിധാനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നല്ലാതെ, കാരണം വിദേശത്തുള്ളവരടക്കം നിരവധി പേരാണ് വരുന്നത്, നമുക്ക് എല്ലാവരെയും കൂട്ടിച്ചേർത്ത് പോകാൻ കഴിയില്ല. നിശ്ചയമായിട്ട് നമ്മൾ അതിനെക്കുറിച്ചുള്ള അറിയിപ്പുകൾ നൽകും. നിരവധി പേര് ചോദിക്കുന്നുണ്ട്. എല്ലാവരുടെയും നമ്പർ ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട് വാട്സപ്പിൽ വരുന്നത്. ആ നമ്പറുകളിലേക്ക് ഞാൻ വിശദ വിവരങ്ങൾ അറിയിക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പൈശാചികത അങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മൾ യേശു രക്ഷിച്ചില്ല എന്ന് പറയേണ്ടി വരും. പൈശാചികത ഇപ്പൊ പ്രവർത്തിക്കുന്നത് പ്രലോഭനമായിട്ടാണ്, പ്രലോഭകനായിട്ടാണ്, തെറ്റിദ്ധരിപ്പിക്കുന്നവനായിട്ടാണ്. അവന്റെ പ്രവൃത്തി തന്നെ അതാണ്, തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ്. അവൻ യേശുവിനെ തന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയ ആളാണ്. ഈ കാണുന്നതല്ല എന്റെയാണ്, ഞാൻ നിനക്ക് തരാം. ആരോടെ പറയുന്നത്? എല്ലാറ്റിനും ഉടമയോ. ഹവ്വയെ തെറ്റിദ്ധരിപ്പിച്ചില്ലേ? ഹവ്വയുടെ എന്താ പറയുന്നത്? ദൈവത്തെ പോലെയാക്കാം. ദൈവത്തെ പോലെയാണല്ലോ. ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനോട് പിശാച് പറഞ്ഞത് ദൈവത്തെ പോലെയാക്കാൻ. അവൻ നുണയനാണ്. അപ്പൊ അതുകൊണ്ട് ഈ നുണയെ വിശ്വസിച്ച് നമ്മൾ വീണു പോകാനിടയാവുമ്പോഴാണ് നമ്മൾ ദൈവത്തിൽ നടന്ന് ഇവനാണ് രക്ഷ എന്ന് കരുതി, അല്ലെങ്കിൽ ഇവൻ പറയുന്ന ശക്തികളാണ് രക്ഷ എന്ന് കരുതി പുറകെ പോകും. ഇത് വേറൊരു തരത്തിൽ കൂടെ മനസ്സിലാക്കണം. മനുഷ്യ പുരോഗതിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായ പല കാര്യങ്ങളും ഇങ്ങനെ അറിവുകുറവിന്റെ ലോകമാണ്. ആ അറിവുകുറവിന്റെ ലോകത്തെ മറികടന്നാണ് ക്രിസ്തുവിൽ നമ്മൾ എത്തിച്ചേർന്നത്. അപ്പൊ അതുകൊണ്ട് ഈ അറിവുകുറവിന്റെ ലോകത്താണ് ഈ അന്തരീക്ഷ ശക്തികളും അതിനെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ ഉണ്ടാകുന്നത്.
ഞാൻ തുടർന്ന് ഭാഗങ്ങളിലേക്ക് പോകും. ഇനി പുതിയ നിയമത്തിൽ അങ്ങനെ പൈശാചിക പ്രവൃത്തികൾ ഉണ്ടാകുന്നതിനെ കുറിച്ച്, പൗലോസിന് തടസ്സങ്ങൾ ഉണ്ടാകുന്നതിനെ കുറിച്ചൊക്കെ ഉണ്ട്. ആ ഭാഗങ്ങളെ കുറിച്ചാണ്. അതെല്ലാം വേറെ വേറെ ആയിട്ട് ഞാൻ ആ വചനങ്ങൾ വെച്ചുകൊണ്ട് തന്നെ പറയാം. ഒരു സാമ്രാജ്യം പിശാചിന്റെ ആയിട്ട് ഇപ്പോഴും ഉണ്ട് എന്ന് വിശ്വസിക്കുകയാണ് ചിലർ. അങ്ങനെ ഒരു സാമ്രാജ്യം ഇല്ല. ആ സാമ്രാജ്യം തകർന്നു. സാത്താന്റെ രാജ്യം തകർന്നു. അത് തകർത്തു ക്രിസ്തു എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ യേശു രക്ഷിച്ചു എന്ന് പറയുന്നത് പൂർണ്ണമാകില്ല. പൈശാചിക തിന്മകൾ ഇന്ന് പ്രവർത്തിക്കുന്നത് ഈ അധികാരത്തിലല്ല, പ്രലോഭകനായിട്ടാണ്, തെറ്റിദ്ധരിപ്പിക്കുന്നവനായിട്ടാണ്. ഉള്ള ഒരു സാമ്രാജ്യമല്ല, ഇല്ലാത്തൊരു രാജ്യം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ലോകം തന്നെ തന്റെയാണെന്നാണ് അവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ അവൻ ഇങ്ങനെ പറഞ്ഞ് പ്രലോഭിപ്പിക്കുന്നു, പറ്റിക്കുന്നു എന്നല്ലാതെ ഉള്ള കാര്യമല്ല. അങ്ങനെ ഒരു സാമ്രാജ്യം നിലവിലില്ല. അങ്ങനെ സാമ്രാജ്യം ഉണ്ടെങ്കിൽ രണ്ട് ലോകം വരും. അപ്പൊ ദൈവത്തിന്റെ ലോകവും പിശാചിന്റെ ലോകവും വരും. അപ്പൊ പിന്നെ എല്ലാറ്റിന്റെയും ഉടമയായി സർവാധീശത്വമുള്ള ഒരാളായി ദൈവത്തെ പിന്നെ പറയാൻ കഴിയില്ല. അത് ദൈവശാസ്ത്രപരമായ പ്രശ്നമായിട്ട് മാറും. സകലത്തിന്റെയും ഉടയവനാണ്. ഈ നന്മതിന്മകളൊക്കെ പ്രവർത്തിക്കുന്ന മനുഷ്യരെ വെച്ചുകൊണ്ട് നമ്മൾ കണക്കൂട്ടരുത്. കാരണം ഈ ലോകം ഈ അതിക്രമങ്ങളുള്ളതാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ നന്മതിന്മ പ്രവൃത്തികൾക്കകത്തുള്ളതാണ്. അതിനകത്ത് ദൈവത്തെ പ്രകാശിപ്പിക്കാൻ, സ്നേഹം പ്രകാശിപ്പിക്കാനാണ് നമുക്ക് കഴിയേണ്ടത്. അതിക്രമങ്ങളും പാപങ്ങളും രണ്ടും രണ്ടാണ്. യേശുവിനെ സ്നേഹിക്കുമ്പോഴാണ് പാപത്തിൽ നിന്ന് മാറുക. അതിക്രമം എന്ന് പറയുന്നത് സ്വാഭാവിക പ്രകൃതിക്കകത്തുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഗോവിന്ദസ്വാമി സൗമ്യയെ കൊന്നു, അത് പിശാചിന്റെ പ്രവർത്തനം എന്ന് വെച്ചാൽ അല്ല. മനുഷ്യന് കൊടുത്ത സ്വാതന്ത്ര്യം അവൻ ദുർവിനിയോഗം ചെയ്യുന്നു. പൈശാചികതയുടെ പ്രലോഭനങ്ങൾക്ക് മനുഷ്യൻ വിധേയപ്പെടുന്നു. ഉത്തരവാദിത്തം മനുഷ്യനാണ്, പിശാചിന്റെ പ്രവൃത്തിയല്ല. പ്രവൃത്തി മനുഷ്യൻ്റെതാണ്. അതുകൊണ്ടാണ് പാപമാവുന്നത്. പ്രവൃത്തി മനുഷ്യൻ്റെതാണ്. പ്രലോഭകനായിട്ട് പിശാചുണ്ടാവും. അപ്പൊ നമ്മുടെ ചുറ്റുപാടും പിശാചുണ്ട് എന്നോർത്ത് പേടിച്ചല്ലിരിക്കേണ്ടത്. പ്രലോഭനങ്ങൾ ഒഴിവാക്കാൻ ക്രിസ്തുവിൽ നമുക്ക് ഉറക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് ചെലുത്താനാണ് എല്ലാ പ്രവൃത്തികൾക്കകത്തുള്ളത്. ഇവന്റെ ഒരു സാമ്രാജ്യം ഇവിടെ ഉണ്ടെന്ന് തെറ്റിദ്ധരിക്കരുത്. വിശ്വസിക്കുന്നവർക്ക് മാത്രമേ മോചനമുള്ളൊന്നുമില്ല, എല്ലാവർക്കും മോചനമുണ്ട്. വിശ്വസിക്കുന്നവർക്ക് അത് അനുഭവിക്കാൻ കഴിയും. ഇനി ഞാൻ ആ വചനഭാഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. പിശാചിന്റെ പ്രവൃത്തി ശക്തി വലയത്തിലാണ് ലോകം എന്ന് പറയുന്ന ഒരു വചനം 1 യോഹന്നാൻ 5:19 വചനം ഇങ്ങനെ പറയുന്നത്: നമ്മൾ ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്നും നാം അറിയുന്നു. ദുഷ്ടന്റെ എന്നാണ് പറയുന്നത്, പിശാചിന്റെ എന്നല്ല. ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്നും നാം അറിയുന്നു. ആ വചനമാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. ആ വചനം ചിന്തിക്കണമെങ്കിൽ ഒരു കാര്യമുള്ളത്, ഈ വചനങ്ങൾ എടുത്ത് പിക്ക് ചെയ്ത് പറയുന്ന പ്രകൃതമാണ് ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. ഒരു വചനത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് ഒറ്റ തിരിച്ചെടുക്കരുത്. വചനത്തെ അതിന്റെ പൂർവിക ഭാഗങ്ങളുമായിട്ട് കൂട്ടി വായിക്കണം. കാരണം ഈ നമ്പർ ഇട്ടതൊരു പ്രസ്സുകാരനാണ്, അല്ലാതെ ദൈവം ഇട്ട നമ്പർ അല്ല. അത് ഒരു പ്രസ്സുകാരൻ നമ്പർ ഇട്ടതാണ്. അപ്പൊ നമ്പർ ഇട്ടപ്പോൾ പ്രിന്റിങ്ങിന്റെ സൗകര്യത്തിന് വേണ്ടി ഇട്ട നമ്പറാണ്. അത് എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വലിച്ച് നമ്മൾ കാര്യങ്ങൾ പറയുമ്പോഴാണ് തെറ്റുപറ്റുന്നത്. മുൻപിലത്തെ വചനം വായിക്കാതെയാണ് ഈ വചനം മാത്രം പറയുന്നത്. ആരാണ് ദുഷ്ടൻ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ 1 യോഹന്നാൻ 5:19 മാത്രം എടുത്ത് നമുക്ക് പറയാൻ പറ്റില്ല. പറയണമെങ്കിൽ എന്ത് വേണം? 18 മുതൽ 21 വരെ എടുക്കണം. ആ വചനഭാഗത്ത് 3 ഉറപ്പുകളാണ്. ആ ഉറപ്പ് പറയാൻ വേണ്ടിയാണ് കാര്യം പറയുന്നത്. അങ്ങനെ മനസ്സിലാക്കി പോയാൽ അത് മനസ്സിലാവും. ഞങ്ങൾ അറിയുന്നു ഒയ്ദാമിൻ എന്ന് പറയുന്ന ഗ്രീക്ക് പദമാണ് ഉപയോഗിക്കുന്നത്. ഞങ്ങൾ ഈ കാര്യങ്ങൾ ഞങ്ങൾ അറിയുന്നു, ഈ ഉറപ്പിനെ കുറിച്ച് ഞങ്ങൾ അറിയുന്നു എന്ന് പറയാനായിട്ട് 3 കാര്യങ്ങളെ കുറിച്ച് പറയാനായിട്ട് ഞങ്ങൾ അറിയുന്നു എന്ന വാക്കിന് ഉപയോഗിക്കുന്നു ഒയ്ദാമിൻ എന്നാണ്. അത് വിശ്വാസം മുഖേന ഞങ്ങൾ അറിയുന്നു എന്ന അർത്ഥം ഗ്രീക്കിൽ അതിനുണ്ട്. മലയാള പരിഭാഷയിലുള്ള കാര്യങ്ങൾക്ക് ചില പരിമിതികളുണ്ട്, ഭാഷാപരമായ പരിമിതികളുണ്ട്. അവിടെ ഉപയോഗിക്കുന്ന വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒയ്ദാമിൻ എന്ന വാക്കാണ്. അത് വാക്ക് ഉദ്ദേശിക്കുന്നത് വിശ്വാസം മൂലം ഞങ്ങൾ അറിയുന്നു. അതായത് 18-ാം വചനം പറയുന്നത് ദുഷ്ടനിൽ നമ്മെ രക്ഷിക്കുന്നു എന്നാണ്. അത് യഥാർത്ഥത്തിൽ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനെ സംബന്ധിച്ചാണ്, പിശാചിൽ നിന്ന് രക്ഷിക്കുന്നതിനെ സംബന്ധിച്ചല്ല. ഈ ദുഷ്ടൻ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഉടനെ പിശാചിനെയാണ് ഓർമ്മ വരുന്നത്. പലയിടത്തും ദുഷ്ടനായിട്ട് ഉപയോഗിക്കുന്നത് പാപത്തെയാണ്. അവിടെ ഈ പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ദൈവമക്കളെ രക്ഷിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? യേശുവ മിശിഹായാണ്. അവിടെ ഉപയോഗിക്കുന്നത് ഇൻഡെഫിനിറ്റ് എന്ന ഭൂതകാല ക്രിയയാണ്. അതായത് യേശു രക്ഷിച്ചു, അത് എന്നേക്കുള്ള രക്ഷയാണ്. രണ്ടാമത്തത് ദൈവമക്കളാണ്. അവിടെ ഉപയോഗിക്കുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അതും ഭൂതകാല ക്രിയയാണ്. പക്ഷെ അത് ഈ രക്ഷകൻ നൽകുന്ന ഫലത്തിന്റെ തുടർച്ചയാണ്. ഒന്ന് യേശുവിൽ സ്ഥാപിതമായ രക്ഷയെ സംബന്ധിച്ചാണ്. ആ രക്ഷ ഒരു തുടർച്ചയാണ്. രണ്ടാമത് ദൈവമക്കൾ എന്ന് പറയുന്നു. ആ ദൈവമക്കൾ എന്ന് പറയുന്നത് വിശ്വാസം മുഖേന അനുഭവിക്കുന്ന കാര്യമാണ്.
ആ ദൈവമക്കൾക്ക് ലഭിക്കുന്നത് ഫലത്തിൽ നിന്നുള്ള തുടർച്ചയാണ്. അത് പറയാൻ വേണ്ടി പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. അതും ഭൂതകാല ക്രിയയാണ്. ഇപ്പൊ രണ്ട് വ്യതിയാനമുണ്ട്. ഇത് മനസ്സിലാക്കാതെ പോകുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വചനത്തിന്റെ അർത്ഥത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാവും. ആ വചനം മൂലഭാഷയിൽ എങ്ങനെയാണ്? ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ അഥവാ മിശിഹ ദൈവമക്കളെ, ദൈവത്തിൽ നിന്ന് ജനിച്ചവരെ രക്ഷിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ, ദൈവത്തിൽ നിന്ന് ജനിച്ചവരെ, ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ്. നമ്മൾ ഈ ഫലഭാഗത്താണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ രക്ഷിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് അവിടെ ഈ ദുഷ്ടൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അവിടെ പിശാചിനെ അല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചോദ്യകർത്താവ് ചോദിച്ച 1 യോഹന്നാൻ 5:19 രണ്ടാമത്തെ ഉറപ്പാണ്. ആ രണ്ടാമത്തെ ഉറപ്പ് എന്താണ്? നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്നും നാം അറിയുന്നു. ദൈവത്തിൽ നിന്നുള്ളവർ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവ ഐക്യത്തിനായിരിക്കുന്നവരെന്നാണ്. നമ്മുടെ ഈ ഭാഷാപ്രയോഗത്തിന് ചില പ്രശ്നങ്ങളാണ്. ദൈവത്തിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർ, അതാണ് റോമർ 8 പറയുന്നത്. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ഇനി ശിക്ഷാവിധിയില്ല. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്, തുടർച്ചയാണ്. അത് ഈ ദൈവത്തിൽ നിന്ന് ജനിച്ചവർക്കുള്ള രക്ഷയുടെ ഭാഗമായ അനുഭവത്തിന്റെ തുടർച്ചയാണ്. അങ്ങനെയാണ് ദൈവത്തിൽ നിന്ന് ജനിച്ചവർ. അപ്പൊ ദൈവത്തിൽ നിന്ന് ജനിച്ചവർക്കാണ്, അല്ലെങ്കിൽ ദൈവത്തോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്കാണ് രക്ഷാനുഭവം ഉണ്ടാകുക. അല്ലാത്തവർക്ക് അനുഭവമില്ല. അപ്പോൾ ഈ അനുഭവം ഇല്ലാണ്ടാവുമ്പോൾ എന്ത് പറ്റും? ലോകാനുഭവങ്ങളുണ്ട്. ആ ലോകാനുഭവങ്ങളാണ് ദുഷ്ടന്റെ ശക്തി വലയം എന്ന് പറയുന്നത്. എന്താണ് ദുഷ്ടന്റെ ശക്തി വലയം? മൂന്നാമത്തെ ഉറപ്പ് പറയുന്നത് 1 യോഹന്നാൻ 5:20-21 വരെ വചനങ്ങളാണ്. അവിടെ പറയുന്നത് ഈ അറിവിലേക്ക് വളർത്തും, യേശുവിന്റെ അറിവിലേക്ക് വളർത്തും. ഇനി 19 തന്നെ തിരിച്ചു വന്നാൽ ഈ ദുഷ്ടന്റെ ശക്തി വലയം എന്താണ് എന്ന് നമ്മൾ ആലോചിക്കും. പരിശുദ്ധാത്മാവിന്റെ 12 ഫലങ്ങളാണ് നമുക്കുള്ളത്. ആ 12 ഫലങ്ങൾക്ക് നേർവിപരീതമായ സ്വഭാവമാണ് ലോകത്തിന്റെ. ഈ 12 ഫലങ്ങൾ നമുക്കുള്ളപ്പോൾ, ദൈവാത്മാവിന്റെ ഫലങ്ങൾ നമുക്കുള്ളപ്പോൾ തന്നെ 12 വിപരീത ഫലങ്ങൾ നമുക്കുണ്ട്. വിശുദ്ധ മർക്കോസ് വിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ 21-ാം തിരുവചനം അവിടെ 13 തിന്മകൾ അകത്തുള്ളതായിട്ട് പറയുന്നുണ്ട്. ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം. ഇങ്ങനെ ഒരു പ്രകൃതഭാവത്തിൽ തന്നെ ഈ തിന്മയുടെ ഒരു പ്രവർത്തനം, അത് പിശാചിൻ്റെതെന്നല്ല, പാപത്തിന്റെ ശക്തി എന്നാണ് വിശുദ്ധ പൗലോസ് അതിനെ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ ഒരു പ്രകൃതപരമായ കുഴപ്പം നമുക്കുണ്ട്. അതിനെതിരായ ആത്മാവിന്റെ പ്രവൃത്തിയുണ്ട്. അപ്പൊ വിശ്വസിക്കുന്നവർക്ക് എങ്ങനെയാണ് രക്ഷ അനുഭവമാകുന്നതെന്നും എങ്ങനെയാണ് ഈ ശക്തി വലയം എന്ന് പറയുന്നത്, ദുഷ്ടന്റെ ശക്തി വലയം അല്ലെങ്കിൽ ഈ തിന്മയുടെ ഭാവങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുകയെന്ന് നമുക്ക് കാണാം. നമ്മൾ സാധാരണ വിചാരിക്കുന്ന പിശാച് ഇങ്ങനെ നമ്മൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നു, എല്ലാം തകർക്കുന്നു, അവന്റെ ശക്തി വലയത്തിലാണ് നമ്മൾ എന്നാണ്. പക്ഷെ ഇവിടെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കും. അപ്പൊ സ്നേഹം ദൈവത്തിന്റെ ഭാവമാണ്. സ്നേഹം എന്ന് വെച്ചാൽ എങ്ങനെയാണ്? സെൽഫ് ഗിവിങ് നേച്ചറാണ്. പക്ഷെ ലോകത്തിന്റെ പ്രകൃതി എങ്ങനെയാണ്? സ്വാർത്ഥമാണ്. അത് എല്ലാം നേടുക എന്നുള്ളതാണ്. ഇത് കൊടുക്കുക എന്നുള്ളതാണെങ്കിൽ അത് നേടുക എന്നുള്ളതാണ്. അപ്പൊ ഈ ശക്തി വലയം ലോകത്തുണ്ട്. ഈ ഒരു മത്സരം ലോകത്തുണ്ട്, നമ്മിൽ തന്നെ ഉണ്ട്. ലോകത്തെ നമ്മിൽ തന്നെ കാണണം. ഈ ശക്തി വലയമുണ്ട്. അതുകൊണ്ട് വിട്ടുകൊടുക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കണം. ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാത്തപ്പോഴൊക്കെ നേടുക എന്ന സ്വഭാവത്തിലേക്ക് നമ്മൾ വരും, മാത്സര്യം എന്ന സ്വഭാവത്തിലേക്ക് നമ്മൾ വരും. ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ത്യാഗം എന്ന് പറയുന്ന ഭാവം നമുക്കുണ്ടാവും. പക്ഷെ ലോകഭാവം എന്താണ്? അത് കാമമാണ്, നേടുക എന്നുള്ളതാണ്. ഒന്ന് കൊടുക്കുക എന്നുള്ളതാണ്, ഒന്ന് നേടുക എന്നുള്ളതാണ്. ലോകത്തിന്റെ ഭാവം എന്നാണ്? ദ്രവ്യാഗ്രഹമാണ്. ക്രിസ്തുവിനുള്ള ഭാവം ഔദാര്യമാണ്. അതെല്ലാം ഗീവിങ് നേച്ചറാണ്. അപ്പോൾ ഇങ്ങനെ അവനവനെ കൊടുക്കുന്ന ഈ ഭാവം, പ്രകൃതം നമ്മിൽ തന്നെ ഉണ്ട്. ഈ ശക്തി വലയത്തിലേക്ക് നമ്മൾ പെട്ടുപോകും. ഈ രക്ഷയുടെ മാർഗത്തിൽ ക്രിസ്തുവിലാണ് നമ്മുടെ ജീവിതമെങ്കിൽ നമുക്ക് ഇവയൊന്നും ബാധകമാകില്ല, അല്ലെങ്കിൽ ഇവയൊക്കെ നമ്മളെ ബാധിക്കും. ചെകുത്താൻ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നമ്മുടെ അകത്ത് പ്രകൃതഭാവങ്ങളിൽ തന്നെ ഈ ശക്തി വലയം, ലോകത്തിന്റെ ശക്തി വലയം നമ്മളെ കീഴടക്കും. കൊലപാതകം അതെവിടെ നിന്ന് ജനിക്കുന്ന? അസൂയയിൽ നിന്നാണ്. അതെന്തുകൊണ്ടാണ്? അതൊരു ശക്തി വലയമായിട്ട് അനുഭവപ്പെടുന്നതുകൊണ്ടാണ്. സഹോദര സ്നേഹം എന്ന ക്രിസ്തു ഭാവത്തിലേക്ക് എത്താത്തതുകൊണ്ടാണ്. അതുപോലെ ക്രിസ്തുവിലാണ് നമുക്ക് ക്ഷമിക്കാൻ കഴിയുക, ദീർഘക്ഷമ. തെറ്റ് ചെയ്യുന്നവനോടും നിന്റെ തെറ്റ് നിന്റെ അറിവില്ലായ്മ മൂലമാണെന്ന് പറയാൻ പറ്റുമെങ്കിൽ ക്രിസ്തുഭാവം വേണം. ക്ഷമിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തുണ്ടാവും? കോപം ഉണ്ടാവും. അതേപോലെ സമാധാനം ഉണ്ടാവണം. സമാധാനം എങ്ങനെയുണ്ടാവുക? സമാധാനം എങ്ങനെ ഉണ്ടാവണം എന്നറിയെങ്കിൽ ഹെബ്രായ ലേഖനം വായിക്കണം. വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. വിദ്വേഷം മൂലം സമാധാനം നഷ്ടപ്പെട്ടു. അപ്പൊ സമാധാനത്തിലേക്ക് നമ്മൾ എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ചുകൊണ്ട് നമ്മൾ രക്ഷയ്ക്ക് വേണ്ടി പരിശ്രമിക്കണമെന്ന് പറയുമ്പോൾ അവിടെ രക്ഷയുടെ ഭാഗത്ത് സമാധാനമുണ്ട്, ലോകത്തിന്റെ ഭാഗത്തുള്ളത് വിദ്വേഷമാണ്.
അപ്പൊ ഇങ്ങനെയുള്ള സമ്മർദ്ദം ലോകത്തുണ്ട് എന്നാണ് ശ്ലീഹ ഇവിടെ വിവക്ഷിക്കുന്നത്. നമ്മൾ ചെകുത്താന് കുമ്പന്മാരും വെച്ച് ചെകുത്താന്റെ പ്രവർത്തനത്തിനാണ് ലോകം തെറ്റിദ്ധരിക്കേണ്ട. ഈ പ്രകൃതത്തിലുള്ള ഈ വൈജാത്യത്തെക്കുറിച്ചാണ്. ക്രിസ്തുവിലായിത്തീരുമ്പോൾ ഈ പ്രകൃത ഭാവങ്ങൾ നമുക്ക് മോചനം ഉണ്ടാകുന്നതിനെ കുറിച്ചാണ് വചനം പറയുന്നത്. 1 കൊരിന്ത്യർ 5:5 അവനെ തിന്മ ചെയ്യുന്നവനെ പിശാചിന് വിട്ടുകൊടുക്കുക എന്ന് പറയുന്ന കാര്യം നാം വായിക്കുന്നുണ്ട്. അപ്പൊ പിശാചുള്ളതുകൊണ്ടല്ലേ വിട്ടുകൊടുക്കാൻ പറയുന്നതെന്നാണ് ചോദ്യകർത്താവിന്റെ ചോദ്യം. ആ മനുഷ്യനെ അവന്റെ അധമവികാരങ്ങൾ ഇല്ലായ്മ ചെയ്യേണ്ടതിന് പിശാചിന് വിട്ടുകൊടുക്കണം എന്നാണ് പറയുന്നത്. കൊറിന്ത്യർ സഭയിലുണ്ടായിരുന്ന ചില പ്രശ്നങ്ങളാണ് അസന്മാർഗികമായ ജീവിതം. അപ്പൊ അസന്മാർഗികമായ ജീവിതം ഉണ്ടാകുമ്പോൾ പിശാചിന് വിട്ടുകൊടുക്കണമെന്ന് പറയാൻ കാരണം ഇത് കൊറിന്ത്യർക്കുള്ള കത്താണ്. അപ്പൊ കൊറിന്തോസുകാര് വലിയ അഭിമാനപൂർവ്വം ഞങ്ങൾ അവനെ ശിക്ഷിച്ചു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരെ ഞങ്ങൾ ശിക്ഷിക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു അധികാരപ്രമത്തയുടെ ഭാവം വന്നപ്പോഴാണ് ശ്ലീഹ പറയുന്നത് അവനെ വിട്ടുകൊടുക്കും. അതായത് അവനെ സഭയിൽ നിന്ന് നീക്കി നിർത്താനാണ് പറയുന്നത്. സഭയാണ് രക്ഷയുടെ കൂടാരം. അപ്പൊ സഭയിൽ നിന്ന് നീക്കി നിർത്തുക എന്നർത്ഥത്തിലാണ് പിശാചിന് വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത്. അല്ലാണ്ട് ചെകുത്താന് വിട്ടുകൊടുക്കാനല്ല. നമ്മൾ സാധാരണ തെറ്റിദ്ധരിക്കുന്ന പല കാര്യങ്ങളും ആ സാമൂഹ്യ സാഹചര്യങ്ങളെയും ചരിത്രപരമായ പ്രത്യേകതകളെയും എഴുതിയതിന്റെ ലക്ഷ്യങ്ങളെയൊക്കെ മനസ്സിലാക്കാതെ പോകുമ്പോഴാണ് ഇത് ഈ ഒരു വാചകം മാത്രം എടുത്ത് പറയുമ്പോഴുള്ള കുഴപ്പമാണ്. ദുഷ്ടനെ ഏൽപ്പിച്ചു കൊടുക്കണം, പിശാചിന്റെ കയ്യിലേക്ക് അവനെ വിടണം, അവന്റെ അധമവികാരങ്ങൾ ഇല്ലായ്മ ചെയ്യേണ്ടതിന് അവനെ പിശാചിന് വിട്ടുകൊടുക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ അവന്റെ മേൽ അധികാരപ്രയോഗം നടത്തേണ്ട കാര്യമില്ല, അവനെ നീക്കി നിർത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് തെറ്റിദ്ധരിച്ചിട്ടാണ് പറയുന്നത്. പൈശാചിക പ്രവർത്തനം ഉണ്ടെന്നുള്ളതിന്റെ തെളിവായിട്ടാണ് ഈ വചനം ഉന്നയിക്കുന്നത്. അത് അബദ്ധമാണ്. ഇത് ഇങ്ങനൊരു സാഹചര്യത്തിൽ സഭയിൽ നിന്ന് അവൻ തെറ്റ് ചെയ്തൊരു വ്യക്തിയെ നശിപ്പിക്കുകയല്ല, ശിക്ഷിക്കുകയല്ല വേണ്ടത്, അവന്റെ അധമ വികാരങ്ങൾ ഇല്ലായ്മ ചെയ്യപ്പെടണം. അതിന് അവനെ ഈ കൂട്ടായ്മയ്ക്കകത്ത് നിന്ന് നീക്കി നിർത്തുന്നതിനെ കുറിച്ചാണ് ശ്ലീഹ പറയുന്നത്. 2 തിമോത്തി 2:26 തങ്ങളുടെ അഭീഷ്ടം നിറവേറ്റാൻ വേണ്ടി പിശാച് അവരെ ബന്ദികളാക്കിയിരിക്കുകയാണെങ്കിലും, അവരെ അടിമകളാക്കിയിരിക്കുകയാണെങ്കിലും എന്നാണ് മലയാള ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റുക. അത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് ബൈബിൾ ശ്രദ്ധിക്കണം. Then they may recover from the snares of the devil by whom they are held captive at his will. അവിടെ പിശാച് അവരെ ബന്ദികളാക്കിയെന്ന, ക്യാപ്റ്റീവ്സ്, അവരെ അടിമപ്പെടുത്തിയെന്നല്ല. ഇനി അത് പറഞ്ഞിട്ട് ആ ഭാഗം നമുക്ക് ആലോചിക്കാം. അപ്പോ പിശാച് ഇങ്ങനെ അടിമകളാക്കി അവരെ വെച്ചിട്ടുണ്ടല്ലോ എന്നാണ് പറയുന്നത്. എന്താണ് ഇത് പറയാനുള്ള സാഹചര്യം? അവിടെയാണ് ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് പിശാചിനെ കുറിച്ചാണോ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ആദിമ സമൂഹത്തിൽ പല അന്ധവിശ്വാസങ്ങളും അബദ്ധവിശ്വാസങ്ങളും പ്രചരിച്ചിരുന്നു. സഭാപിതാവായ ഇർണേവിസിന്റെ അഭിപ്രായമനുസരിച്ച്, പഠനമനുസരിച്ച് ബെനാൻഡർ എന്ന സമരിയാക്കാരനായ ഗ്നോസ്റ്റിക് അനുയായി ഷിമിയോന്റെ പ്രബോധനങ്ങളിൽ പെട്ടുപോയ ആളുകളുണ്ടായിരുന്നു. മാമോദീസ സ്വീകരിക്കുന്നതോടെ പുനരുദ്ധാനം സംഭവിച്ചു കഴിഞ്ഞു, ഇനിയൊന്നും നോക്കാനില്ല എന്ന് പറഞ്ഞിരുന്നു. അവർക്ക് മരണമില്ല എന്നൊക്കെ വിശ്വസിച്ചിരുന്ന ഒരു സമൂഹമാണ് ഈ ഷിമിയോന്റെ കൂട്ടത്തിലുള്ളത്. ഈ ഗ്നോസ്റ്റിക് അനുയായിയായ ഷിമിയോന്റെ കൂടെ നിന്നിരുന്ന ആളുകൾ അബദ്ധം പ്രചരിപ്പിച്ചപ്പോൾ ഈ അബദ്ധങ്ങളുടെ പിടിയിൽ പെട്ടുപോയി കുറെ ആളുകൾ. ഈ അബദ്ധവിശ്വാസത്തിൽ പെട്ടുപോയവരുടെ അവസ്ഥയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് പിശാച് അവരിങ്ങനെ ബന്ദികളാക്കിയിട്ടുണ്ടെങ്കിലും അവർക്ക് വിശ്വാസത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന നിലയ്ക്ക് അവിടെ ശ്ലീഹ പറയുന്നു. ഇവരിങ്ങനെ ബന്ദികളാക്കിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ അവരുടെ ഇടപഴകുമ്പോൾ തർക്കത്തിന്റെ ഭാവത്തിലേക്ക് പോകരുത്. നമുക്ക് പലപ്പോഴും സംഭവിക്കുന്നതാണല്ലോ, നമ്മൾ തർക്കിക്കും, തർക്കിച്ചാൽ ഒരാൾ തോൽക്കും. തോൽക്കുമ്പോൾ സംഭവിക്കുന്ന കുഴപ്പമെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജയിക്കും, പക്ഷെ നമ്മുടെ കൂടെ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു സൗമ്യഭാവത്തോടെ വേണം അവരെ പഠിപ്പിക്കാൻ എന്നാണ് ശ്ലീഹ ലേഖന ഭാഗത്ത് പറയുന്നത്. കർത്താവിന്റെ ദാസൻ കലഹപ്രിയനാകരുത് എന്നൊക്കെ പഠിപ്പിച്ചിട്ടാണ്. ഈ സൗമ്യമായിട്ട് വേണം, വാദപ്രതിവാദത്തിൽ ഏർപ്പെടരുത്, അവരെ സൗമ്യമായിട്ടാണ് പഠിപ്പിക്കേണ്ടത് എന്ന കാര്യം പറയാൻ വേണ്ടിയാണ് ഈ വചനം ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് പിശാചിനെ സംബന്ധിച്ചല്ല. ഇതാണ് നമ്മുടെ പ്രശ്നം. നമ്മളിങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്ത്, ഇത് ഞാൻ ചോദ്യകർത്താവിനെ കുറ്റം പറയുന്നില്ല, കാരണം അദ്ദേഹം കേട്ടിട്ടുള്ളതും അദ്ദേഹം അറിഞ്ഞിട്ടുള്ളതും ഈ രീതിക്കുള്ള പഠനമാണ്. ഇത് പഠിപ്പിക്കലിന്റെ പ്രശ്നമാണ്. നമ്മൾ എല്ലാറ്റിനെയും ചെകുത്താന്റെ മുദ്ര കുത്തി ലോകം മുഴുവൻ ചെകുത്താന്റെ അധീനതയിലാണെന്ന് പഠിപ്പിക്കുന്നൊരു വിഭാഗം നമ്മുടെ വിശ്വാസ സമൂഹത്തിനകത്തുണ്ട്. എന്താണ് അവർ ലക്ഷ്യമാക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. വാസ്തവത്തിൽ യേശുവിന്റെ പരമമായ രക്ഷയും കാരുണ്യവും സ്നേഹവും പഠിപ്പിക്കാൻ വിളിക്കപ്പെട്ട നമ്മൾ നിരന്തരമായി പൈശാചിക ആധിപത്യങ്ങളെ കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ലോകം മുഴുവൻ തിന്മയുടെ വലയത്തിലാണെന്ന് പറയുന്നു. ലോകത്ത് അതിക്രമങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും. അത് ലോകത്തിന്റെ പ്രകൃതമാണ്.
നമുക്ക് നൽകപ്പെട്ട സ്വാതന്ത്ര്യം ക്രിസ്തുവിന്റെ നാമത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ഈ ലോകത്തിന് ജയിക്കാൻ നമ്മളെ ദൈവം ലോകത്തേക്ക് വിടുന്നത് ലോകത്തിന് പ്രകാശം കൊടുക്കാൻ വേണ്ടിയാണ്. ഇത് മനസ്സിലാക്കാതെ ഈ പിശാചാണ് പ്രബലൻ എന്ന് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്രയോ നന്മകളുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു ഗോവിന്ദച്ചാമിനെ പറയും, കുറച്ച് കാര്യങ്ങളൊക്കെ പറയും. ഇതൊക്കെ ഇല്ലെന്നല്ല, നമ്മളിപ്പോൾ യുദ്ധസമാനമായ അന്തരീക്ഷം ഉണ്ടാവുന്നു, ഇതൊന്നും ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സാഹചര്യങ്ങളിലും ഒക്കെ നന്മയായ ഒത്തിരി കാര്യങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്. നന്മയ്ക്കാണ് പ്രാമുഖ്യമുള്ളത്. ഇപ്പോഴും യുദ്ധം നടക്കുമ്പോൾ സമാധാനത്തെക്കുറിച്ച് ചർച്ചയുണ്ട്. യുദ്ധത്തിന്റെ നടുവിലും സമാധാന ചർച്ചയുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂല്യം സമാധാനത്തിന്. കൊലപാതകങ്ങൾ സംഭവിക്കുന്നില്ലെന്നല്ല, പക്ഷെ അപ്പോഴും ജീവൻ കൊടുക്കണം എന്ന് പറയുന്ന, ജീവൻ കൊടുക്കാൻ തയ്യാറാകുന്ന മനുഷ്യന്റെ ഭാവം ഉയർന്നു നിൽപ്പുണ്ട്. സ്നേഹമെന്ന മൂല്യത്തിന് ഉടവ് തട്ടിയിട്ടില്ല, സത്യമെന്ന മൂല്യത്തിന് ഉടവ് തട്ടിയിട്ടില്ല, ക്രിസ്തുവിൽ പ്രകാശിതമായ ത്യാഗം, ജീവാർപ്പണം, അതൊന്നും ഉടവട്ടിട്ടില്ല. അതൊക്കെ അങ്ങനെ പ്രകാശം തന്നെ നിൽക്കുകയാണ്. ആ സമയത്ത് ലോകത്ത് ഇത്തരത്തിൽ മനുഷ്യന്റെ പ്രകൃതത്തിലുള്ള വീഴ്ചകളൊക്കെ കാണാൻ പറ്റും. ആ വീഴ്ചകൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രിസ്തുവിലേക്ക് നമ്മൾ തിരികെയും നമ്മൾ പ്രകാശം അനുഭവപ്പെടുത്തുകയും ചെയ്യുന്നുള്ളതാണ്. അതിന് പകരം ലോകത്ത് മുഴുവൻ ചെലുത്താനാണ് ആധിപത്യം. പുതിയ നിയമത്തിൽ അത് പറയുന്നുണ്ട്, ഇവിടെയൊക്കെ അന്ധകാരമാണ് എന്ന് പറയുന്നത് വിളക്ക് നിന്റെ കയ്യിലിരുന്നിട്ട് അത് പ്രകാശിപ്പിക്കാത്തത് കൊണ്ടാണ്. ഇത് പഠിപ്പിക്കുന്നതിന് പകരം തെറ്റിദ്ധരിപ്പിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ദീർഘമായി പറയേണ്ടി വരുന്നത്. ഇനി 1 തെസ്സലോനിക്കർ 2:18 അവിടെ പറയുന്നത്, നിങ്ങളെ സന്ദർശിക്കാൻ ആഗ്രഹിച്ചു, സാത്താൻ തടസ്സപ്പെടുത്തി. കൊറിന്ത്യരിലിരുന്നാണ് ശ്ലീഹയിൽ ലേഖനം എഴുതുന്നത്. പല പ്രാവശ്യം തെസ്സലോനിക്കയിലേക്ക് പോകാനുള്ള ആഗ്രഹം ഉണ്ടായി, പലവട്ടം ശ്രമിച്ചു, നടന്നില്ല. അത് പിശാച് തടയുന്നതാണെന്നാണ് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്. സാത്താൻ തടഞ്ഞു എന്നാണ് പറയുന്നത്. ഇനി സാത്താൻ ഞങ്ങളെ തടസ്സപ്പെടുത്തി എന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണ്? ഏതാണ് ഈ സാത്താൻ? യഹൂദർ യേശു ക്രിസ്തുവിനെ വധിച്ചു, പ്രവാചകന്മാരെ വധിച്ചു, സ്ലീഹന്മാരെ അട്ടിപ്പുറത്താക്കി, അടിച്ചു, ഉപദ്രവിച്ചു. അവർക്ക് ഒരിടത്തും നിൽക്കക്കളിയില്ലാതെ സുവിശേഷ പ്രഘോഷണത്തെ തടസ്സപ്പെടുത്തുന്ന യഹൂദ പാരമ്പര്യത്തെ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളെ പൗലോസ് പലയിടത്ത് വിമർശിക്കുന്നു. 1 തെസ്സലോനിക്കർ 2:15-16 തിരുവചനങ്ങൾ വായിക്കുമ്പോൾ ഇത് മനസ്സിലാവും. ആരാണ് ഈ ഭീഷണിക്ക് കാരണമായിട്ട് മാറുന്നത്? യഹൂദർ കർത്താവായ യേശു ക്രിസ്തുവിനെ കുരിശിൽ തറച്ചു, പ്രവാചകന്മാരെ വധിച്ചു, ഞങ്ങളെ ആട്ടിപ്പുറത്താക്കി എന്നൊക്കെ സ്ലീഹ പറയുന്നുണ്ട്. ദമാസ്കസിൽ നിന്നും ജെറുസലേമിൽ നിന്നും വിശുദ്ധ പൗലോസിനെ പുറത്താക്കുന്നുണ്ട്, അന്ത്യോക്യയിൽ നിന്നും ഇക്കോണിയത്തിൽ നിന്നും പുറത്താക്കുന്നുണ്ട്. അതൊക്കെ അപ്പോസ്തല പ്രവൃത്തികൾ നമുക്ക് വായിച്ചാൽ കാണാവുന്നതാണ്. ഇസ്രായേൽ പൗലോസിനെ കല്ലെറിഞ്ഞു കൊല്ലാൻ ശ്രമിച്ചു, തെസ്സലോനിക്കയിലും അവർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊരു തുടർച്ചയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ പീഡിപ്പിക്കുന്ന ആളുകളെയാണ് യഥാർത്ഥത്തിൽ സാത്താൻ എന്ന പ്രയോഗം കൊണ്ട് പൗലോസ് വിമർശിക്കുന്നത്. അല്ലാതെ പിശാച് വന്ന് ഞങ്ങളെ തടഞ്ഞു എന്നല്ല. നമ്മൾ പലപ്പോഴും എല്ലാ കാര്യങ്ങളും ചെകുത്താൻ്റെ തലയിൽ കെട്ടി. എൻ്റെ വീട്ടിൽ ഒരു കാർപ്പൻ്റർ പോകും, അദ്ദേഹം വിശ്വാസിയാണ്, കരസ്മാറ്റിക് ഒക്കെ ധ്യാനമൊക്കെ കൂടുന്നതാണ്. അപ്പോൾ എന്നെ ബ്രദറിനെ കുറിച്ച് വലിയ കാര്യത്തിലൊക്കെ സംസാരിക്കുന്നു. വീട്ടിൽ വന്നു ഒരു ഡോറിന്മേൽ 6 നെറ്റ് പിടിപ്പിക്കും, ഒരു ഓടാമ്പൽ പിടിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരൻ പോയിട്ട് 6 നെറ്റും ഓടാമ്പലും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു നെറ്റ് കാണാനില്ല. അദ്ദേഹം പറയുന്ന മറ്റവന്റെ കളിയാണ്. കുറെ കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു നെറ്റയിൽ 2 ബോൾട്ട് ഇട്ടിട്ടുണ്ട്. അതാണ് ഈ ഒരു ബോൾട്ട് കാണാത്തത്. ബോൾട്ടാണ് കാണാതെ. മറ്റവന്റെ കളിയാണ്. ഞാനൊരു ധ്യാന കേന്ദ്രത്തിൽ ഒരു ധ്യാന ഗുരുവിനെ കാണാൻ പോയി. ഞങ്ങൾ സംസാരിച്ചൊക്കെ പുറത്തേക്ക് വരുമ്പോൾ ധ്യാനത്തിന് ആള് കുറവാണ്. അപ്പോൾ ധ്യാനത്തിന് ആള് കുറവാണെന്ന് പുറത്തു വന്നപ്പോഴത്തേക്കും അദ്ദേഹം പറയാണ്, മറ്റവന്റെ കളിയാണ്. ഇങ്ങനെ മറ്റവനാണ് ഓൾമോസ്റ്റ് കളിക്കണമെങ്കിൽ പിന്നെ കർത്താവിന് എന്താ പദ്ധതിയുള്ളത്? ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതെല്ലാം ചെകുത്താനാണെന്നല്ല, ഈ ജീവിതത്തിന്റെ പരിമിത യാഥാർത്ഥ്യങ്ങളെ മറികടക്കാൻ ക്രിസ്തുവിൽ ബലമാർജിക്കണമെന്ന് പഠിക്കുകയാണ്. ഇത് നിലനിൽക്കുന്ന ഒരു സാധ്യതയാണ്. ഇപ്പൊ ലോകത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ ആളുകളൊക്കെ ധ്യാനം കൂടാൻ നടക്കുന്ന, അങ്ങനെയൊന്നും നടക്കുന്ന ഒരു ലോകമല്ല ഇത്. കാരണം പല കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ ആഗ്രഹമുണ്ടെങ്കിൽ പോലും ഒരു ധ്യാനം കൂടാൻ പറ്റാത്തവരുണ്ടാവും. പലതരം വിശ്വാസധാരകൾ, അറിവിന്റെ തരങ്ങളിലുള്ള വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞ കേൾക്കാത്തവരൊക്കെ ചെകുത്താൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, പിശാച് കെട്ടിയിട്ടേക്കാണ് എന്ന് വിചാരിക്കുന്നത് അബദ്ധമല്ലേ? ധ്യാനം കൂടാൻ വരാത്തവരെയൊക്കെ കർത്താവെ പിടിച്ചുകൊണ്ട് വരണേ, ചെകുത്താന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണേന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ചെകുത്താൻ ഇപ്പോഴും പ്രബലനാണെന്ന്. ദൈവം അഖില ലോകത്തെയും രക്ഷിക്കുന്നു,
സകലരിലും വ്യാപരിച്ചിരിക്കുന്നു. പ്രലോഭകൻ ഉണ്ടാകും. ലോകത്തിന്റെ പ്രകൃതവും ഇതാണ്. ഈ ലോകപ്രകൃതത്തെ അതിജീവിക്കാൻ ക്രിസ്തുവിൽ നമുക്ക് സാധിക്കുകയാണ് വേണ്ടത്. കൊറിന്തോസിലിരുന്ന് തെസ്സലോനിക്കാർക്ക് ഈ കത്തെഴുതുന്ന സമയത്തും അവർ ഗൂഢാലോചന നടത്തുന്നുണ്ട്. ആ ഗൂഢാലോചനയെക്കുറിച്ച് അറിയുന്നത് കൊണ്ടാണ് പൗലോസ് ഇങ്ങനെ ഇത് പറയുന്നത്. എഫേസ്യ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 2-ാം തിരുവചനം പറഞ്ഞിട്ട് പറയുകയാണെങ്കിൽ അന്തരീക്ഷ ശക്തിയുടെ അധീശനെ നിങ്ങൾ ആരാധിച്ചിരുന്നു, വിശ്വസിച്ചിരുന്നു. ഇത് പഴയ കാര്യം പറയാൻ വേണ്ടിയാണ്. എങ്ങനെയാണ് രക്ഷ വന്നതെന്നാണ് ആ വചനം 9-ാം തിരുവചനം വരെ. എഫേസ്യർ 2-ാം അധ്യായം 1 മുതൽ 9 വരെ തിരുവചനങ്ങൾ വായിക്കുമ്പോഴാണ്. ഒരു ഭാഗം മാത്രം എടുക്കുമ്പോഴേ കുഴപ്പം. ഇത് നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്. നിങ്ങൾ പണ്ട് അങ്ങനെ ആയിരുന്നു, വിശ്വാസം മുഖേന നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു, അത് പറയാൻ വേണ്ടിയാണ്. അത് പാസ്റ്റ് ടെൻസ് ആണ്. ഒരിക്കൽ നിങ്ങൾ അങ്ങനെയായിരുന്നു, അന്തരീക്ഷ ശക്തിയുള്ള പുറകെയായിരുന്നു. അത് ക്രിസ്തുവിൽ നിങ്ങൾ മാറി. യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് വിമോചനം സംഭവിച്ചു. അതുകൊണ്ട് ഇനി പഴയ വഴിയെ പോകരുതെന്ന് പറയാൻ വേണ്ടിയും രക്ഷ സൗജന്യദാനമാണെന്ന് പറയാൻ വേണ്ടിയും യേശു ക്രിസ്തുവിൽ സംഭവിച്ച രക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങളെന്ന് പറയുന്നത് അവിടുത്തുകാർ ചെയ്ത കാര്യത്തെക്കുറിച്ചല്ല, നമുക്കുണ്ടായിരുന്ന മനുഷ്യവംശത്തിനുണ്ടായിരുന്ന പിഴവിനെ കുറിച്ചാണ് പറയുന്നത്. എഫേസ്യർ 2:2 വായിക്കുമ്പോൾ അന്തരീക്ഷ ശക്തികളുടെ അധിപനെ നിങ്ങൾ ആരാധിച്ചിരുന്നു എന്ന് പറയുന്നത് ഈ അന്തരീക്ഷ ശക്തികൾ വിശ്വസിച്ചിരുന്ന, അല്ലെങ്കിൽ അന്തരീക്ഷ ശക്തികളുടെ അധീശത്വത്തിലായിരുന്ന ഒരു കാലം, ക്രിസ്തു കുരിശിൽ സ്വയം അർപ്പിക്കുന്നതിന് മുമ്പുള്ള കാലം, ആ കാലത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷപ്പെട്ടത്. ഈ വിശ്വാസമാകട്ടെ ദൈവിക ദാനമാണ്. ആ ദൈവിക ദാനം യേശു ക്രിസ്തുവാണ്. അപ്പൊ അതുകൊണ്ട് ആ ഭാഗം ഞാൻ ചുരുക്കുകയാണ്, സമയം ഒത്തിരിയായി. അതുകൊണ്ട് അടുത്ത ഭാഗത്തേക്ക് പോകും. 2 തെസ്സലോനിക്കർ 2:7 അരാജകത്വത്തിന്റെ അജ്ഞാത ശക്തി ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. പിശാചിനെ കുറിച്ചാണ് എന്ന നിലയ്ക്കാണ് പറയുന്നത്. ഈ അരാജകത്വത്തിന്റെ അജ്ഞാത ശക്തിയുടെ പ്രവർത്തനം എന്താണ്? ക്രിസ്തു വിരുദ്ധമായ പ്രവൃത്തിയെക്കുറിച്ചാണ് പറയുന്നത്. അത് അവിടെ സാത്താൻ ഉദ്ദേശിച്ച് ക്രിസ്തു വിരുദ്ധമായ പ്രവൃത്തിയാണ് ഈ അജ്ഞാത ശക്തി. കൂടുതൽ വിശദീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തിന്റെ എന്താണ് അജ്ഞാത ശക്തി, എന്താണ് ക്രിസ്തുവിന്റെ ശക്തി എന്ന കാര്യത്തെക്കുറിച്ച് പറയാം. ക്രിസ്തു സ്വന്തം മഹത്വം അന്വേഷിക്കുന്നില്ല, മറ്റത് സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു. ഇപ്പൊ ലോകത്ത് സ്വന്തം മഹത്വം അന്വേഷിക്കുമ്പോൾ നമ്മൾ ക്രിസ്തു വിരുദ്ധരായിട്ട് മാറുന്നു. ക്രിസ്തുവിൽ ദൈവം മഹത്വപ്പെടുത്തുന്നു, മറ്റു സ്വയം മഹത്വപ്പെടുത്തുന്നു. ക്രിസ്തുവിൽ സുവിശേഷത്തിലൂടെ സത്യത്തിലേക്ക് വിളിക്കുന്നു, മറ്റത് സുവിശേഷത്തിൽ നിന്ന് അകറ്റുന്നു, വഞ്ചിക്കുന്നു. ഒന്ന് ദൈവശക്തിയിൽ പ്രവർത്തിക്കുന്നു, ഒന്ന് ലോകശക്തിയിൽ പ്രവർത്തിക്കുന്നു. ഒന്ന് സത്യമായ യേശുവിന്റെ ശക്തിയിൽ വിശ്വസിക്കുന്നു, ഒന്ന് മിഥ്യാശക്തികളിൽ വിശ്വസിക്കുന്നു. ഇത്തരത്തിൽ അരാജകവാദത്തിന്റെ ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. യഥാർത്ഥ രാജാവായ ക്രിസ്തുവിൽ നമ്മെ അകറ്റുന്ന ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറയാൻ വേണ്ടിയാണ്. അത് ഈ പ്രലോഭകനാണ്. മനുഷ്യപ്രകൃതത്തെ പ്രലോഭിപ്പിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ വെളിപാട് 12:17 പറഞ്ഞിട്ടാണ് ഒരു സ്ത്രീയെയും കുഞ്ഞിനെയും ദ്രോഹിക്കുന്ന ഒരു പ്രവൃത്തിയെക്കുറിച്ച് പറഞ്ഞിട്ടാണ് പറയുന്നത്. പിശാച് ഇങ്ങനെ വിഴുങ്ങാനായി വരുന്ന ഒരു സർപ്പമായിട്ട്. നമ്മുടെ വെളിപാടിനെ നമ്മൾ മനസ്സിലാക്കേണ്ട, വെളിപാടിനെ കുറിച്ചുള്ള നമ്മുടെ ആലോചനകൾ നമുക്ക് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. അത് ഇവിടെ ഒന്നും എത്തിയിട്ടില്ല. 1-ാം അധ്യായത്തിലെത്തിയപ്പോൾ തന്നെ ആ വെളിപാടിനെ കുറിച്ചുള്ള പരമ്പര നിന്നുപോയി. നമുക്ക് തുടരാൻ കഴിഞ്ഞില്ല, തിരക്കുകൾ മൂലം, മറ്റു പല വിഷയങ്ങളിലേക്ക് കടന്നു മൂലം. ഇവിടെ ഇത് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ വെളിപാടിനെ മനസ്സിലാക്കേണ്ട രീതി മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. വെളിപാട് റോമാ സാമ്രാജ്യത്തിന്റെ തകർച്ചയുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രപരമായ സാധ്യതയുണ്ട്. ഇനി ദാനിയേൽ പ്രവചനവുമായി ബന്ധപ്പെട്ടും പഴയ നിയമ പ്രഘോഷണവുമായി ബന്ധപ്പെട്ടും അതിനൊരു കാഴ്ചപ്പാടുണ്ട്. ഭാവി സഭയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. മാത്രമല്ല എഫേസോസുകാർക്കുള്ള എഴുത്താണ് വെളിപാട് പുസ്തകം. അപ്പൊ എഫേസോസിൽ അന്ന് സംഭവിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പ്രഥമമായി അതിനകത്തുണ്ട്. റോമാ സാമ്രാജ്യത്തിന്റെ ആധിപത്യം ഇപ്രകാരത്തിൽ സഭയെ വേട്ടയാടും എന്നതിന് പ്രതീകമാക്കിയാണ് ആ ഭാഗത്ത് എഴുതുന്നത്. ചരിത്രപരമായി റോമാ സാമ്രാജ്യം ചരിത്രപരമായി സഭയെ, അതാണ് ഈ സ്ത്രീയും കുഞ്ഞും, അത് സഭയാണ്. ആ സഭയെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നു, അതിനെ തടുക്കും, അതിനെ തകർക്കുന്നു ദൈവം എന്ന് പറയാൻ വേണ്ടിയാണ് വെളിപാട് പുസ്തകം. ഇനി സഭ ഒന്നാകെ 7 സമൂഹങ്ങൾക്കുള്ള കത്തെന്നുള്ളത് കൊണ്ട് സഭയ്ക്ക് ആകെ എന്നുള്ള നിലയ്ക്ക് പരിശോധിക്കുമ്പോഴും ഈ ലോകം സഭയ്ക്ക് എതിരായിട്ട് മാറും, സഭയുടെ പ്രവർത്തനത്തിനെതിരായിട്ട് മാറും. അപ്പോഴും ദൈവത്തിന്റെ രക്ഷ സഭയ്ക്ക് ഉണ്ടാകും എന്ന് പറയാനാണ് വെളിപാടിന്റെ പുസ്തകത്തിൽ 12:17 ഇത് എഴുതിയിട്ടുള്ളത്. അത് തെറ്റിദ്ധരിച്ചിട്ട് അവിടെ പറയുന്ന ഈ വാക്കിനെ പിടിച്ചുടക്കിയിട്ടാണ്. കാരണം ഇതൊരു വചനം അത് ഇവിടെ നിന്ന് പിക്ക് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ പുരാതന സർപ്പം വീണ്ടും വരുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു വചനം മാത്രം എടുത്തിട്ട് ചിന്തിക്കുമ്പോഴാണ് ഇത് പിശാചിനെ കുറിച്ചാണെന്നും ഇത് പിശാചിന് ആധിപത്യം ഇപ്പോഴും ഉണ്ടെന്നും വാദിക്കുന്നവർ അതിനെതിരെ ശക്തമായ നിലപാടെടുക്കാൻ നമ്മൾ പ്രയത്നിക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന രീതിയിലേക്ക് എത്തുന്നത്. പിശാചിനെ തോൽപ്പിച്ചത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു തോൽപ്പിച്ച പിശാച് തോറ്റവൻ തന്നെയാണ്. ലോകത്തിനത് അറിയാത്തത് കൊണ്ട് ലോകം അവന്റെ പുറകെ പോകും, അവനെ പേടിക്കും.
ഈ രണ്ടിടത്തും നമ്മൾ പോകേണ്ട കാര്യമില്ല, ക്രിസ്തുവിലാണ് നമ്മൾ എന്ന ബോധ്യത്തെ നമുക്ക് ജീവിക്കാൻ പറ്റണം. ശരിയറ്റം പ്രിയപ്പെട്ടവരെ, സമയം അധികരിച്ചത് കൊണ്ട് മാത്രം നിർത്തുകയാണ്. ഇതിങ്ങനെ ചോദ്യങ്ങൾ വരുമ്പോൾ ഉത്തരം പറയാൻ വൈകുന്നത് വിശദീകരിച്ച് പറയുമ്പോൾ സമയം പോകും. അല്ലെങ്കിൽ തന്നെ എൻ്റെ വാക്കുകൾ കഠിനമാണെന്നും ദഹിക്കുന്നില്ലെന്നും ഒക്കെ പരാതിയുണ്ട്. ഞാൻ പരമാവധി ലളിതമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒന്ന് എൻ്റെ പിഴവാകാം, എൻ്റെ ഭാഷയിലുള്ള പ്രശ്നങ്ങളാകാം. രണ്ടാമത് ഈ തിങ്കിങ് ലെവലിന്റെ വ്യത്യാസമൊന്നും അല്ല കേട്ടോ. നമ്മൾ ഈ ഒരു ആത്മാവിന്റെ പ്രവർത്തനത്തിൽ ആശ്രയിച്ചുകൊണ്ട് കേൾക്കാൻ ശ്രമിച്ചാൽ എനിക്ക് തോന്നുന്നത് മനസ്സിലാവുമെന്നാണ്. ഞാൻ പരമാവധി ലളിതമായിട്ടാണ് പറഞ്ഞത്. ചോദ്യങ്ങൾ ചോദിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. മറുപടികൾ തൃപ്തികരമായി അല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും പറയാം, വീണ്ടും നമുക്ക് ചർച്ച ചെയ്യാം. കൂടുതൽ ചോദ്യങ്ങളും വിമർശനങ്ങളുമായി വരിക, നമുക്ക് സംവദിക്കാം. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ വെളിപ്പെടുത്തി തരാൻ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കാം. ദൈവം നമ്മെ അവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.